നമസ്കാരം. മാർക്ക് ഫെല്ലർ ജിയാങ്കുവിനൊപ്പം മുന്നോട്ട് നടക്കുമ്പോൾ ജിയാങ്കു മാർക്കിനോട് പറഞ്ഞു, മാർക്ക് സംഭവം കലക്കി. ശരിക്കും അഭിമാനത്തോടെ ജിയാങ്കു മാർക്കിനോട് അങ്ങനെ പറയുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ ലേശം ഒരു ഭയമുണ്ട്. മാർക്കിന്റെ ശരീരത്തിലെ മുഴുവൻ സ്പിരിച്വൽ എനർജിയും ഏതാണ്ട് എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ഒരു വലിയ ശൃംഖലയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാർക്ക് കഴിവിന്റെ പരമാവധി ശ്രമിച്ചു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ജിയാങ്കുവിനൊപ്പം മുന്നോട്ട് നടക്കുമ്പോൾ മാർക്ക് ജിയാങ്കുവിനോട് പറഞ്ഞു, ജിയാങ്കു, നമ്മൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഹേയ് മാർക്ക്, ഇനി ആരും നമ്മളെ ആക്രമിക്കത്തില്ല. അങ്ങനെ അല്ല ജിയാങ്, എനിക്ക് അങ്ങനെ ഒരു സാധ്യത തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും മുന്നോട്ട് നടക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് സാക്ഷാൽ ജിൻസൺ ഓടിയെത്തി. ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കൺഗ്രാറ്റുലേഷൻസ്. ശരിക്കും മാർക്ക് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ഈ വലിയ ശൃംഖലയെ മാർക്ക് പരാജയപ്പെടുത്തിയപ്പോൾ ഒരു വലിയ ഉന്മേഷം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്കിനോടുള്ള ജിൻസന്റെ ആ സംഭാഷണം മാർക്ക് വലിയ താല്പര്യത്തോടെ അല്ല കേട്ടത്. അവന്റെ ഇടപെടലിൽ മാർക്ക് ശരിക്കും ഒരു കുറുക്കന്റെ കണ്ണ് കാണുന്നുണ്ട്. ആട്ടുകുട്ടികളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് നടുക്ക് നിന്ന് രക്തം കുടിക്കുന്ന ആ കുറുക്കൻ ജിൻസണിലുണ്ട്. മാർക്ക് ജിൻസണോട് പറഞ്ഞു, ഓക്കെ, താങ്ക് യു. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ജിയാങ്കുവിനൊപ്പം പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. നടന്നു പോകുന്ന മാർക്കിനെ തന്നെ ജിൻസൺ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജിൻസന്റെ അടുത്തേക്ക് ഡുവാൻ ഷൈൻ എത്തി. ഡുവാൻ ഷൈൻ ജിൻസന്റെ അടുത്തെത്തിയതും ജിൻസൺ ഡുവാനോട് പറഞ്ഞു, ഏയ് ഡുവാൻ, ഇതാണ് സമയം. ജിൻസൺ എന്താ പറഞ്ഞേ? ഡുവാൻ, ആ മാർക്കിനെ ആക്രമിക്കാൻ പറ്റിയ സമയം ഇതാണ്. ജിൻസൺ, അത് ശരിയാവൂ? അവൻ ആ ജെറാൾഡിന്റെ ശിഷ്യനെ വരെ തോൽപ്പിച്ചില്ലേ? ഏയ് ഡുവാൻ, ഞാൻ അവനെ ശരിക്കും ഒന്ന് അളക്കിയായിരുന്നു. അവന്റെ ശക്തി പൂർണ്ണമായി ഇപ്പം നഷ്ടമായിട്ടുണ്ട്. ഈ സമയത്ത് അവൻ ആക്രമിച്ചാൽ അവനെ കൊല്ലാൻ നമുക്ക് എളുപ്പമാണ്. അത് കേട്ടതും ഡുവാൻ ജിൻസനെ നോക്കി ഒന്ന് തല കുലുക്കിയിട്ട് ഒന്ന് മുന്നോട്ട് കുതിച്ചു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും ഡുവാൻ മാർക്കിന്റെ തൊട്ടു പുറകിലെത്തി. മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ഡുവാൻ ഒരു ഒറ്റ ഇടി. മാർക്കിന്റെ ശരീരത്തിൽ തൊടാതെയാണ് ഡുവാൻ മാർക്കിനെ ഇടിച്ചത്. മാർക്കിന്റെ പുറത്തേക്ക് അയാളുടെ ഇന്റേണൽ എനർജി ഉപയോഗിച്ച ഇടിച്ചത്. പെട്ടെന്ന് തൊട്ടു പുറകുന്ന ശക്തമായ ഇടി വന്നതും മാർക്ക് ഇടിയേറ്റ് മുന്നോട്ട് തെറിച്ചു. ഏതാനും അടി മുന്നിലേക്ക് തെറിച്ച മാർക്ക് ഒരു പരുവത്തിൽ ഒന്ന് നിൽക്കുമ്പോൾ ജിയാങ്കു ഞെട്ടിത്തിരിയുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മാർക്കിനെ ഡുവാൻ ഷൈൻ ആക്രമിക്കുന്നത്. അമ്പരന്ന് പോയ ജിയാങ്കു ഡുവാൻ ഷൈനോട് ചോദിച്ചു, ഏയ് എന്താ ഇത്? അങ്ങനെ ജിയാങ്കു ചോദിക്കുമ്പോൾ ജിയാങ്കുവിന്റെ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് ഡുവാൻ ഷൈൻ മുന്നോട്ട് കുതിച്ച് വീണ്ടും മാർക്കിനെ ആക്രമിച്ചു. ആ നിമിഷത്തിൽ മാർക്ക് ശരിക്കും ദുർബലനാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അവൻ മാർക്കിന് നേരെ അതിശക്തമായി പഞ്ച് ചെയ്യുകയാണ്. അവന്റെ ശരീരത്തിലെ ഇന്റേണൽ എനർജിയെ ഒരു കാറ്റായി രൂപം മാറ്റിക്കൊണ്ട് ശക്തമായി മാർക്കിന് നേരെ പഞ്ച് ചെയ്തതും അവൻ സൃഷ്ടിച്ച ആ കാറ്റിന് മുന്നിലായി പെട്ടെന്ന് മുറം പോലെ ഒരു സാധനം വന്നു നിന്നു. ശരിക്കും ഒരു പരിച മുന്നിൽ വന്ന് നിന്നു പറയാം. മാർക്ക് ഫെല്ലർക്ക് നേരെയുള്ള ഡുവാൻ ഷൈന്റെ ശക്തമായ പഞ്ചിനെയാണ് ഒരു പരിച തടുത്തിരിക്കുന്നത്. ഒരു അദൃശ്യമായ പരിചയാണ്. ആ പരിച തന്റെ പഞ്ച് തടുത്തത് കണ്ട ഡുവാൻ ഷൈൻ ശരിക്കും അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കാണുന്നത് സാക്ഷാൽ വിന്നി ഫാങ്കിനെയാണ്. വിന്നി അവളുടെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആ കൈയുടെ ആക്ഷൻ കൊണ്ട് അവൾ സൃഷ്ടിച്ച ഒരു അദൃശ്യമായ പരിചയാണ് മാർക്കിനും ഡുവാൻ ഷൈനും ഇടയിൽ എത്തി നിൽക്കുന്നത്. ഏയ് വിനി, നീ എന്തായി കാണിക്കുന്നത്? ഡുവാൻ, നീ കാണിക്കുന്നത് ശരിയല്ല. ഏയ് വിനി, ഞാനും മാർക്ക് തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ നീ എന്നോടൊപ്പം നിൽക്കുന്നതിന് പകരം നീ മാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാ? ഡുവാൻ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജിയാങ്കു ഓടി അടുത്തെത്തി. ശരിക്കും ഏതാനും സെക്കൻഡ് നേരം ജിയാങ്കു ഒന്ന് അമ്പരന്ന് പോയിരുന്നു. മാർക്ക് തന്നെ ആളുകൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ജിയാങ്കിനോട് പറഞ്ഞിട്ട് അധികം സമയം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ ഇതാ മാർക്കിനെതിരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ജിയാങ്കു ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഒരു സെക്കൻഡ് സ്ട്രക്കായി പോയതാണ്. ജിയാങ്കു ഓടി ഡുവാന് മുന്നിൽ വന്നു. ഡുവാൻ, നീ കാണിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഡുവാനോട് ജിയാങ് പറയുമ്പോഴേക്കും വിനി അവളുടെ ആ പരിച പിൻവലിച്ചു. ആ നിമിഷത്തിൽ ദേഷ്യം വന്ന ഡുവാൻ ജിയാങ്ങിന് നേരെ ഒരൊറ്റ ഇടി. അപ്രതീക്ഷിതമായി പെട്ടെന്ന് ജിയാങ്ങിന് നേരെ ഡുവാൻ ഇടിച്ചതും ശരിക്കും ഒരു തയ്യാറെടുപ്പ് നടത്താനുള്ള സമയം കിട്ടാത്ത
ജിയാങ് പുറകോട്ട് തെറിച്ചു. ഏതാനും അടി പുറകോട്ട് തെറിച്ച് ജിയാങ്ങിന്റെ വായിൽ നിന്ന് ശരിക്കും രക്തം വരികയും ചെയ്തു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഡുവാന്റെ പഞ്ച്. ഒരു സന്ധി സംഭാഷണത്തിനും ഡുവാൻ ഒരുക്കമല്ല എന്നുള്ളതിന്റെ സൂചനയാണ് ജിയാങ്ങിന് നേരെയുള്ള ഡുവാന്റെ ആക്രമണം. മാർക്കിനെ ആര് സപ്പോർട്ട് ചെയ്താലും അയാളെ ഡുവാൻ ആക്രമിക്കും. അതാണ് ഡുവാന്റെ രീതി. ഒരു നിമിഷം ഒന്ന് പതറിപ്പോയെങ്കിലും ജിയാങ്കു പെട്ടെന്ന് റെഡിയായി. ഡുവാൻ, നീ കളിച്ച് അങ്ങ് കയറി പോവുകയാണല്ലേ? അത് വേണ്ട. അങ്ങനെ പറഞ്ഞു ഡുവാനുമായി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ജിയാങ്കു അയാളുടെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്തു തുടങ്ങി. ജിയാങ്കു മാർഷൽ ആർട്ടിസ്റ്റ് മേഖലയിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. എന്നാൽ വളരെ കാലങ്ങൾക്ക് മുമ്പേ ഗ്രാൻഡ് മാസ്റ്റർ ആയ ആളാണ് ഡുവാൻ ഷൈൻ. അതുകൊണ്ട് തന്നെ ജിയാങ്കു അയാളുടെ ശരീരത്തിലെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഡുവാൻ ഷൈൻ ഒന്ന് ചിരിച്ചു. ജിയാങ്കു, നീ എനിക്ക് ഒരു എതിരാളിയേ അല്ല. മാർക്കിനെ രക്ഷിക്കാൻ നീ ശ്രമിച്ചാൽ നിന്നെ ഞാൻ ആദ്യം കൊല്ലും. അങ്ങനെ ജിയാങ്കുവിനോട് പറഞ്ഞിട്ട് ഡുവാൻ ഷൈൻ അവന്റെ കൈ ഒരു പ്രത്യേക ആക്ഷനിലേക്ക് കൊണ്ടുവരികയാണ്. ശരിക്കും അവന്റെ കഴിവ് പൂർണ്ണമായി എടുത്തുപയോഗിക്കാൻ പോവുകയാണ്. ആ രണ്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സും അവരുടെ ശരീരത്തിലെ ഇന്റേണൽ എനർജി പുറത്തേക്ക് റിലീസ് ചെയ്തപ്പോൾ അവിടെ ഒരു പ്രഷർ അങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. ശക്തമായ ഒരു പ്രഷർ അവിടെ അങ്ങനെ ഡെവലപ്പായി വരുന്ന ആ നിമിഷത്തിൽ ഡുവാൻ ഷൈൻ ഒരു കാഴ്ച കണ്ടു. അവർക്ക് രണ്ടുപേർക്കും അടുത്തുണ്ടായിരുന്ന സാക്ഷൽ മാർക്ക് ഫെല്ലർ ഓടുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. ഇവൻ ഇതെങ്ങോട്ടാ ഓടുന്നത്? മാർക്ക് ഫെല്ലറെ രക്ഷിക്കാൻ വേണ്ടിയാണ് ജിയാങ്കു ഡുവാനുമായി ഏറ്റുമുട്ടാൻ ശ്രമിച്ചത്. ആ നിമിഷത്തിൽ ജിയാങ്കുവിനെ ഡുവാന്റെ മുന്നിൽ എറിഞ്ഞു കൊടുത്തിട്ട് ഇതാ മാർക്ക് ഓടിപ്പോവുകയാണ്. ആ കാഴ്ച കണ്ട വിന്നി ഫാങ് പോലും ഏതാണ്ട് വല്ലാണ്ടായി പോവുകയാണ്. മാർക്ക് അയാൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ നിൽക്കുന്ന ജിയാങ്കുവിനെ കളഞ്ഞിട്ട് ഇതാ ഓടുന്നു. ജിയാങ്കു, നിന്റെ സുഹൃത്ത് മാർക്ക് ഫെല്ലർ ഇത്ര ഭീരുവാണോ? ആ ചോദ്യം ഡുവാൻ ചോദിക്കുമ്പോൾ ജിയാങ്കുവിനും വല്ലാത്ത അമ്പരപ്പ്. മാർക്ക് ഇതാ തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയിരിക്കുന്നു. ആ ഒരു ചിന്ത ജിയാങ്കുവിന് വരുമ്പോ പുറകെ നിൽക്കായിരുന്ന ജിൻസൺ ഡുവാനോട് വിളിച്ചു പറഞ്ഞു, ഡുവാൻ, മാർക്ക് പോകുന്നത് ആ ചെടിയെടുക്കാനാണ്. അങ്ങനെ ജിൻസൺ വിളിച്ചു പറയുമ്പോൾ ഡുവാനും വിന്നിയും ജിയാങ്കുവും എന്ന് വേണ്ട അവിടെ ബാലൻസ് ഉള്ള ആളുകൾ എല്ലാവരും ആ കാഴ്ച കണ്ടു. ആ ഡിവൈൻ പൂവ് ഉയർന്നു വന്നിരിക്കുന്ന ഭാഗത്ത് ഒരു വാതിലുണ്ടായിരിക്കുകയാണ്. ആ വാതിലിലേക്കാണ് മാർക്ക് ഫെല്ലർ ഓടുന്നത്. നേരത്തെ അങ്ങനെ ഒരു വാതിൽ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആളുകളുടെ ദൃഷ്ടി തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു അദൃശ്യമായ മതിലുണ്ടായിരുന്നു. ആ മതിലിന്റെ ഒരു ഭാഗമാണ് ഇപ്പോ അവിടുന്ന് മാറിയിരിക്കുന്നത്. മാർക്ക് ഫെല്ലർ ആ വാതിലിലേക്കാണ് ഓടുന്നതെന്ന് മനസ്സിലായതും ഡുവാൻ ഷൈൻ ജിയാങ്കുവിനെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ മാർക്ക് ഓടിപ്പോകുന്ന ഭാഗത്തേക്ക് അതിവേഗം ഓടി തുടങ്ങി. ആ കാഴ്ച കണ്ട വിന്നി ഫാങ്ങും ഡുവാൻ ഷൈന്റെ പുറകെ ഓടി. തൊട്ടുപുറകെ ജിൻസന്റെ കൂടെ ജിൻസന്റെ സുഹൃത്ത്. അത് കണ്ടതും ജിയാങ്കുവും അവർക്കൊപ്പം ഓടി. അതേ സമയത്ത് അവിടെ ബാലൻസ് ഉണ്ടായിരുന്ന ആളുകളും അവർക്കൊപ്പം ഓടുകയാണ്. സകലരുടെ ശ്രദ്ധ ആ വാതിലാണ്. അവരെ ഓടിയെത്തപ്പോഴേക്കും മാർക്ക് ഫെല്ലർ വാതിലൂടെ അകത്ത് കടന്നു കഴിഞ്ഞു. അകത്തേക്ക് ഓടിയ മാർക്ക് ഫെല്ലർ അതിവേഗം മുന്നോട്ട് ഓടിയെങ്കിലും അല്പസമയം കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ ഓട്ടം നിർത്തി പതുക്കെ നടന്നു തുടങ്ങി. ഈ സമയത്ത് മാർക്കിന് പുറകെ ഓടിയെത്തിയ ആളുകളൊക്കെയും ആ വാതിൽ വഴി അകത്തേക്ക് കടന്നിട്ടുണ്ട്. ശരിക്കും മതില് പോലെ ഒരു എനർജി ബാരിയർ അവിടെ ഉണ്ട്. അകത്തുള്ളത് ആളുകൾക്ക് ഇപ്പോൾ വിസിബിൾ ആണ്. അവർക്ക് അവരുടെ മുന്നിൽ ശരിക്കും മനോഹരമായ ഒരു ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. വളരെ വിശാലമായ ഒരു പുൽമേട്. ആ പുൽമേടിനോടനുബന്ധിച്ച് അനവധി ചെടികൾ. ആ ചെടികളുടെ നടുക്ക് പർപ്പിൾ നിറത്തിൽ നല്ല പ്രകാശമുള്ള ഒരു ചെടി ഇതാ മുകളിലേക്ക് പൊങ്ങി വന്ന് നിൽക്കുകയാണ്. ആ ചെടിക്ക് നേരെയാണ് മാർക്ക് നടക്കുന്നത്. മാർക്ക് ആ ചെടിക്ക് നേരെ നടക്കുന്ന കണ്ടതും ഡുവാൻ ഷൈൻ അതിവേഗം ഓടി മാർക്കിനടുത്തെത്തിയ ഡുവാൻ ഷൈൻ മാർക്കിന്റെ പുറത്തേക്ക് ആഞ്ഞൊരൊറ്റ ഇടി. മാർക്കിന്റെ പുറത്തേക്ക് ഡുവാൻ ഷൈൻ ഇടിക്കുന്നത് സ്വാഭാവികമായിട്ടും വിന്നി കണ്ടു. വിന്നി ഷൈൻ ഉറക്കെ മാർക്കിനോട് വിളിച്ചു പറയുകയും ചെയ്തു, മാർക്ക് ശ്രദ്ധിക്കേ. അങ്ങനെ വിന്നി ഷൈൻ പറയുന്നത് മാർക്ക് കേട്ടെങ്കിലും മാർക്ക് കേൾക്കാത്ത രീതിയിൽ മുന്നോട്ട് നടക്കുകയാണ്. ഇതേ സമയത്ത് ഡുവാൻ ഷൈൻ മാർക്കിനെ ഇടിച്ചു കഴിഞ്ഞു. ഡുവാൻ ഷൈൻ അതിശക്തമായി അവന്റെ ഇന്റേണൽ സ്ട്രെങ്ത് മുഴുവൻ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇടിക്കുന്നത്. അങ്ങനെ ഡുവാൻ ഷൈൻ ഇടിച്ചെങ്കിലും മാർക്ക് പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. മാർക്കിന്റെ പുറത്ത് ആ ഇടി കൊണ്ടിട്ടില്ല. അമ്പരന്ന് പോയ ഡുവാൻ ഷൈൻ പെട്ടെന്ന് അവന് ഇടത് കൈകൊണ്ട് വീണ്ടും ഇടിച്ചു. മാർക്കിന്റെ പുറത്ത് ആ ഇടി കൊള്ളുന്നേയില്ല. മാർക്ക് കൂളായി നടക്കുകയാണ്. മാർക്കും ഡുവാൻ ഷൈൻ തമ്മിലുള്ള അകലം
ഏകദേശം ഒരു 7 അടിയുണ്ട്. നടക്കുന്ന മാർക്കിനടുത്തേക്ക് ഓടിയെത്തിയ ഡുവാൻ ഷെയ്ൻ മാർക്കിന്റെ പുറത്തൊരൊറ്റ ഇടി. ഇന്റേണൽ എനർജി ഉപയോഗിച്ചാണ് 2 തവണയും ഡുവാൻ ഷെയ്ൻ മാർക്കിനെ ഇടിച്ചത്. 3ാമത്തെ ഇടി അയാൾ ഇടിക്കുന്നത് ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചാണ്. ആ കൈ മാർക്കിന്റെ പുറത്തു തൊട്ടതും അയാൾ പുറകോട്ട് തെറിച്ചു. ശരിക്കും ഒരു ഇരുമ്പം കൂട്ടിൽ അവന്റെ കൈ പതിച്ച വേദന അവന്റെ കൈക്ക് അനുഭവപ്പെട്ടു. പുറകോട്ട് തെറിച്ച ഡുവാൻ ഷെയ്ൻ അറിയാതെ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പോവുകയാണ്. ഈ സമയത്താണ് മാർക്ക് ഫെല്ലർ തിരിയുന്നത്. മാർക്ക് ഫെല്ലർ തിരിഞ്ഞ് ഡുവാനോട് പറഞ്ഞു, ഏയ് ഡുവാൻ, ഈ സ്ഥലം പ്രൊട്ടക്റ്റഡ് സ്ഥലമാണ്. ഇവിടെ ആരുടെയും ഇന്റർണൽ സ്ട്രെങ്ത് വർക്കാവില്ല. അങ്ങനെ മാർക്ക് പറയുമ്പോൾ ഒരു ശബ്ദത്തോടുകൂടി ആ എൻട്രൻസ് അങ്ങ് അടഞ്ഞു. ഇപ്പോ അവരൊരു വലയത്തിനുള്ളിലാണ്. ശരിക്കും ആ വലയത്തിനുള്ളിൽ വൻതോതിൽ സ്പിരിച്വൽ എനർജി നിറഞ്ഞു നിൽക്കുകയാണ്. സ്പിരിച്വൽ എനർജിയുടെ മേഘങ്ങൾ അവരെ സ്പർശിച്ച് കടന്നു പോകുന്നുണ്ട്. സ്പിരിച്വൽ എനർജിയുടെ ഒരു ധാരാളിത്തം അവിടെ ഉണ്ടെന്ന് പറയാം. ആ ഭാഗത്ത് ആർക്കും സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ പ്രകൃതി തന്നെ ഒരു നിയന്ത്രണം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം വളരെ വളരെ സിമ്പിളാണ്. മാർക്കിനെ സ്വന്തം കൈക്കരുത്ത് ഉപയോഗിച്ച് മാത്രമേ അവർക്ക് ആ സ്ഥലത്ത് വെച്ച് എതിരിടാൻ പറ്റൂ എന്ന യാഥാർത്ഥ്യമാണ് പെട്ടെന്ന് ഡുവാൻ ഷെയ്നും അവന്റെ പുറകിലുള്ള ജിൻസിനും ഒക്കെ അറിയുന്നത്. അതേ യാഥാർത്ഥ്യം അതിനകത്തുള്ള ബാക്കി ആളുകളും തിരിച്ചറിയുന്നുണ്ട്. മാർക്ക് ഉറക്കെ എല്ലാവരോടായി പറഞ്ഞു, ഈ ചെടിയിൽ നിന്ന് ആ ഡിവൈൻ ഫ്ലവർ ഞാൻ എടുക്കാൻ പോവുകയാണ്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പോ എന്നെ നേരിടാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ ഡിവൈൻ ഫ്ലവറിന് നേരെ നടക്കുമ്പോൾ ഡോക്ടർ ഡോങ് ടിയാൻഷിക്കൊപ്പമുള്ള ആളുകളോടായി ഡോങ് പറഞ്ഞു, ഏയ് നിങ്ങൾ മാർഷൽ ആർട്സിന്റെ പ്രസിഡന്റ് അല്ലേ, മാർക്കിനെ നേരിട്. ഡോക്ടർ ഡോങ്, നമുക്ക് ഇവിടുന്ന് മടങ്ങിപ്പോയിട്ട് അധികാരികൾക്ക് പരാതി കൊടുക്കുക. ഡോങ് പറഞ്ഞ വാചകത്തിന് മറുപടിയായി ആ മാർഷൽ ആർട്സിന്റെ പ്രസിഡന്റ് പറഞ്ഞ വാചകം കേട്ട് ഡോങ്ങും ഡോങ്ങിന്റെ ശിഷ്യന്മാരും ശരിക്കും ഏതാണ്ട് വാ പൊളിച്ചു പോവുകയാണ്. നാട്ടിൽ മടങ്ങി ചെന്നിട്ട് പോലീസിനോടോ ലോക്കൽ അധികാരികളോടോ പരാതി കൊടുക്കാന്നാണ് ആ മാർഷൽ ആർട്സിന്റെ പ്രസിഡന്റ് പറയുന്നത്. അയാളെ അവിടേക്ക് വിളിച്ചുകൊണ്ടുവന്നത് അതിനല്ല എന്നുള്ള കാര്യം ഡോങ്ങിന് അറിയാം. ഡോങ് അമ്പരപ്പോട് അയാൾ പറഞ്ഞു, ഛേ, നീ ഇത്ര ചവറാണെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ ഡോങ് പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ആ ചെടിയുടെ അടുത്തെത്തി. മാർക്ക് ആ ചെടിയുടെ മുകളിൽ നിന്ന് ആ പുഷ്പം പറിച്ചെടുത്തു. ശരിക്കും പർപ്പിൾ നിറത്തിലുള്ള ആ പൂവിന് വല്ലാത്തൊരു ആകർഷണീയതയുണ്ട്. 1000ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആ ചെടിയിൽ നിന്ന് ഇതാ ഒരു പൂ ഉണ്ടായിരിക്കുകയാണ്. ആ പൂവിന് ഒരു വല്ലാത്ത ഔഷധ മേന്മയുണ്ട്. ആ പൂവ് ഉപയോഗിച്ച് മരുന്നുണ്ടാക്കാൻ പറ്റിയാൽ മാർക്കിന് അനവധി ലെവൽ മുന്നേറാൻ പറ്റും. ആ പൂവ് അടർത്തിയെടുത്ത് സൂക്ഷിച്ച് മാർക്കിനെ കോട്ടിനകത്തേക്ക് വെക്കുന്ന സമയത്ത് മാർക്കിന് ആ കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാർക്ക് ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിന്റെ 6ാമത്തെ ലെവലിൽ സ്ട്രക്കായി നിൽക്കുകയാണ്. 7ാമത്തെ ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ മാർക്കിന് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു തടസ്സം മാർക്കിന് അനുഭവപ്പെടുന്നുണ്ട്. ആ തടസ്സം യഥാർത്ഥത്തിൽ മാർക്ക് മറികടന്നത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ്. മാർക്ക് ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെയും മറ്റ് ആളുകളെയും കൊന്നൊടുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാർക്ക് ആ കാര്യം അറിഞ്ഞു. മാർക്ക് 6th ലെവലിൽ നിന്ന് 7th ലെവലിലേക്ക് കടക്കുന്ന കാര്യം. മാർക്ക് യഥാർത്ഥത്തിൽ അവിടെ ചെയ്തത് അനീതിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. മാർക്കിന്റെ പാത തിരിച്ചറിഞ്ഞു എന്ന് വ്യക്തം. ഏതൊരു മാർഷൽ ആർട്ടിസ്റ്റും അവരുടെ പാത തിരിച്ചറിയാൻ ബാധ്യസ്ഥരാണ്. അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ മാർക്കിനെ നയിക്കുന്ന കാര്യം. ആ ഡ്രൈവിംഗ് ഫോഴ്സ് അത് മാർക്ക് കണ്ടുപിടിച്ചു. മാർക്കിനെ മുന്നോട്ട് നയിക്കുന്ന ആ ചാലക ശക്തി പോരാട്ടമാണ്, അനീതിക്കെതിരെയുള്ള പോരാട്ടം. ആ കാര്യം മനസ്സിലേക്ക് വന്ന മാർക്ക് അവിടെ അടുത്തുള്ള ഒരു പാറയുടെ പുറത്തു കയറി ഇരിപ്പുറപ്പിച്ചു. ശരിക്കും ഈ കാഴ്ച അവിടെയുള്ള മുഴുവൻ ആളുകളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഡോങ്ങും അയാളുടെ ശിഷ്യന്മാരും അതുപോലെ ഡോങ്ങിനൊപ്പമുള്ള മാർഷൽ ആർട്സിലെ പ്രതിനിധികളൊക്കെ മാർക്കിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജിൻസനും ഡുവാൻ ഷെയ്നും വിന്നി ഫാങ്ങും അവർക്കൊപ്പമുള്ള അവരുടെ സുഹൃത്തുമൊക്കെ അത് കാണുന്നുണ്ട്. ഏകദേശം ഒരു 10-20 ആളുകളാണ് അതിനകത്തുള്ളത്. ജിയാങ്കുവും കൗതുകത്തോടെ മാർക്കിനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് ഒന്ന് കണ്ണടച്ചു. ഡിവൈൻ ഫ്ലവർ പോക്കറ്റിലാക്കിയതിനു ശേഷം പാറപ്പുറത്തിരിക്കുന്ന മാർക്ക് പതുക്കെ ബ്രീത്ത് ചെയ്ത് തുടങ്ങിയാണ്. മാർക്ക് ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് കണ്ടതും വിന്നി ഫാങ് അവിടെ നിന്ന് അല്പം മാറി മറ്റൊരു സ്ഥലത്ത് ഇരിപ്പുറപ്പിച്ചു. അവളും ബ്രീത്ത് ചെയ്ത് തുടങ്ങി. ആ അദൃശ്യ വാളിനകത്തുള്ള 20 ആളുകളിൽ 2 പേരാണ് ഇപ്പോൾ ആ ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
അകത്തുള്ള എല്ലാ ആളുകളും മാർഷൽ ആർട്ടിസ്റ്റുകളാണ്, ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിൽ. അതിൽ വീക്കായിട്ടുള്ളത് ഡോക്ടർ ഡോങ്ങും അയാളുടെ ശിഷ്യന്മാരുമാണ്. ബാക്കി എല്ലാവരും മികച്ച മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. ആ മാർഷൽ ആർട്ടിസ്റ്റുകളൊക്കെയും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇന്റർണൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യും. അതിനകത്തുള്ള എല്ലാ ആളുകളും മാർഷൽ ആർട്സ് മേഖലയിൽ മുന്നേറിയത് ധ്യാനത്തിലൂടെയും എക്സസൈസിലൂടെയും ഫുഡ് സപ്ലിമെന്റിലൂടെയും മരുന്നുകളിലൂടെയാണ്. അതല്ലാതെ ബ്രീത്തിങ് വഴി സ്പിരിച്വൽ എനർജി സ്വീകരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ആ ടീമിലെ ആർക്കും അറിയത്തില്ല. അവിടെ മാർക്കിനെ കൂടാതെ ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വിന്നി ഫാങ് നിശബ്ദയായി ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. വിന്നി ഫാങ് ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യുന്നതെന്ന് സത്യത്തിൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടുമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ അവിടെ സ്ട്രക്കായി നിൽക്കുകയാണ് സകല ആളുകളും. ആർക്കും പുറത്തു പോകാൻ പറ്റുന്നില്ല. അവിടെ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. ബാക്കി അകത്തുള്ള ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ മഞ്ഞുണ്ടെന്നാണ്. ശരിക്കും താഴ്ന്ന് പറക്കുന്ന മഞ്ഞ മേഘങ്ങൾ അവിടെ ഒരുപാടുണ്ട്. അങ്ങനെ ഒരു ഫീല് മാത്രമാണ് അകത്തുള്ള ബാക്കി ആളുകൾക്കുള്ളത്. സ്പിരിച്വൽ എനർജി എന്നുള്ള കൺസെപ്റ്റ് അവരുടെ ആരുടെയും മനസ്സിലേക്ക് വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ പല സ്ഥലത്തും ഇരിക്കുകയാണ്. അവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ആ സ്പിരിച്വൽ ബാരിയർ ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടിയാണ്. ഒരു നിശ്ചിത സമയം ആ ബാരിയർ അങ്ങനെ തന്നെ ഉണ്ടാവും. അത് ഓപ്പൺ ആയാൽ മാത്രമേ അവർക്ക് പുറത്തു പോകാൻ പറ്റൂ. ആ സ്പിരിച്വൽ ബാരിയർ നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് മാർക്കിനെ ഒന്നും ചെയ്യാനും പറ്റില്ല. സ്പിരിച്വൽ ബാരിയർ മാറിയാൽ ആ നിമിഷം അവർക്ക് എല്ലാവർക്കും അവരുടെ ശക്തി തിരിച്ചു കിട്ടും. അവരുടെ ഇന്റർണൽ സ്ട്രെങ്ത് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നിഷ്പ്രയാസം മാർക്കിനെ തോൽപ്പിക്കും. അതിനുവേണ്ടിയാണ് ഡുവാനും ജിൻസനും ഒക്കെ വെയിറ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് മാർക്കിനെ അവർക്ക് പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്റർണൽ സ്ട്രെങ്ത് റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ശരീരത്തിലെ മുഴുവൻ സ്പിരിച്വൽ എനർജിയും ഉപയോഗിച്ച് കഴിഞ്ഞിരുന്ന മാർക്ക് ഫെല്ലർ പതുക്കെ സ്പിരിച്വൽ എനർജി എടുത്തു തുടങ്ങിയാണ്. ആ ഭാഗത്ത് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. സ്പിരിച്വൽ എനർജിയിൽ അവിടെ കുളിച്ചു നിൽക്കുകയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് തടസ്സമായി നിന്ന ആ സ്പിരിച്വൽ ബാരിയർ, ആ തടസ്സം, ആ മതില് പതുക്കെ അങ്ങ് വിഡ്രൂ ചെയ്യുമ്പോൾ മാർക്ക് വീണ്ടും തന്റെ ശക്തി വീണ്ടെടുത്ത് കഴിഞ്ഞു. മാർക്കിന്റെ ശക്തിയും മാർക്ക് നേരത്തെ ഫൈറ്റ് ചെയ്തതിനേക്കാൾ കൂടിയിരിക്കുകയാണ്. മാർക്ക് 7th ലെവലിലേക്ക് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. മാർക്ക് അങ്ങനെ നിശബ്ദനായിരിക്കുമ്പോൾ സ്പിരിച്വൽ ബാരിയർ ഉയരുന്നത് കാത്തിരുന്ന ഡുവാൻ ഷൈൻ പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചു. അവന് ശരിക്കും ശക്തി വീണ്ടു കിട്ടിയിരിക്കുകയാണ്. ആ ശക്തി വീണ്ടെടുത്ത ഡുവാൻ മുന്നോട്ട് കുതിച്ച് മാർക്കിന്റെ അടുത്തെത്തി. മാർക്കിന്റെ അടുത്തെത്തിയ ഡുവാൻ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ തീർന്നടാ. അങ്ങനെ പറഞ്ഞിട്ട് ഡുവാൻ ഷൈൻ ശക്തമായി മാർക്കിന് പഞ്ച് ചെയ്തതും ആ പാറപ്പുറത്തിരിക്കായിരുന്ന മാർക്ക് ഇടത് കൈകൊണ്ട് ആ പഞ്ചൊന്ന് തടുത്തു. ഡുവാന്റെ വലത് കൈകൊണ്ടുള്ള ആ പഞ്ചിനെ മാർക്ക് എണീക്ക് പോലും ചെയ്യാതെ കൈ ഉയർത്തി തടുത്തതും ഡുവാൻ ആ ഷോക്കിൽ ഒന്ന് തെറിച്ചു. ശരിക്കും 4-5 അടി ദൂരേക്ക് ഡുവാൻ തെറിച്ചു വീഴുകയായിരുന്നു. ഈ കാഴ്ച വ്യക്തമായി ജിൻസൺ കണ്ടു. മറുഭാഗത്ത് വിന്നി ഫാങ്ങും അത് കണ്ടു. അവളും ജിൻസിനൊപ്പമുള്ള ആ സുഹൃത്തും മുന്നോട്ടേക്ക് ഓടി വരുമ്പോൾ ഡുവാൻ ഷൈൻ ചാടി എണീറ്റ ഡുവാൻ ഷൈൻ മുന്നോട്ട് കുതിക്കുമ്പോൾ മാർക്ക് പാറയിൽ നിന്ന് ഇറങ്ങി അവന്റെ അടുത്തേക്ക് വന്നു. മാർക്ക് ഫെല്ലറും ഡുവാൻ ഷൈനും തമ്മിൽ വീണ്ടും ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നിയ ആ നിമിഷത്തിൽ ജിൻസൺ ഓടി അവരുടെ അടുത്തെത്തി. മാർക്കിനും ഡുവാനും അടുത്ത് ഓടിയെത്തി ജിൻസൺ കൈ ചുരുട്ടി പിടിച്ച് ഒരൊറ്റ ഇടി. ആ ഭാഗത്തേക്ക് ഓടി വരികയായിരുന്ന വിന്നി ഫാങ്കിനെയും അതുപോലെ ജിയാങ്കുവിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ജിൻസൺ ആഞ്ഞിടിക്കുന്നത്. ശരിക്കും അപ്രതീക്ഷിതമായ ആ ഇടി സാക്ഷാൽ ഡുവാനെയും ഞെട്ടിച്ചു. ആ ഞെട്ടൽ നമുക്ക് ഡുവാന്റെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാം. ജിൻസന്റെ കൈ ഡുവാന്റെ നെഞ്ചിലൂടെ കടന്ന് മറുഭാഗത്ത് പോയിരിക്കുകയാണ്. ജിൻസൺ അവന്റെ സുഹൃത്തായ ഡുവാന്റെ നെഞ്ചിലേക്കാണ് ആഞ്ഞിടിച്ചത്. ശരിക്കും ജിൻസന്റെ ആ ഇന്റർണൽ സ്ട്രെങ്ത് പൂർണ്ണമായും അവൻ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ഒറ്റ ഇടിക്ക് നെഞ്ചിലൂടെ മറുഭാഗത്തേക്ക് ആ കൈ കടത്തിയതും അമ്പരപ്പോടെ വിന്നി ഫാങ്കും ജിൻസന്റെ മറ്റു സുഹൃത്തും ജിൻസനെ നോക്കുമ്പോൾ ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സോറി, മാർക്കിനെ ഇവൻ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. ജിൻസൺ ആ വാചകം പറയുമ്പോൾ ഡുവാന്റെ കണ്ണുകളിലും മുഖത്തും ശരിക്കൊരു അമ്പരപ്പുണ്ട്. ജിൻസൺ പറഞ്ഞ അനുസരിച്ചാണ് അവൻ മാർക്കിനെ ആക്രമിച്ചത്. ഇപ്പൊ ഇതാ ജിൻസൺ പെട്ടെന്ന് കാലുമാറിയിരിക്കുകയാണ്. അമ്പരപ്പോടെ ഡുവാൻ ജിൻസോട് ചോദിച്ചു, ജിൻസൺ, നീ? അവൻ അത്രയേ പറയാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് അവന്റെ പുറത്തുനിന്ന് കൈ വലിച്ചുരിയുന്ന ജിൻസൺ ഒരൊറ്റ അടിക്ക് ഡുവനെ താഴെ വീഴ്ത്തി. ആ അടിയിൽ ഡുവാന്റെ
തല ചിതറുകയും ചെയ്തു. ഈ സമയത്താണ് വിന്നി ഫാങ്ക് ഓടി അടുത്തെത്തിയത്. വിന്നി എന്തു പറഞ്ഞോന്നറിയാതെ ശരിക്കും അമ്പരപ്പോടെ ജിൻസനെ നോക്കുമ്പോൾ മാർക്ക് ജിൻസനോട് പറഞ്ഞു, ഏയ് ജിൻസൺ, നിന്റെ ഈ കളി എന്നോട് വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് കയ്യൊന്നുയർത്തി. മാർക്ക് കയ്യൊന്നുയർത്തുമ്പോൾ ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സത്യമായിട്ടും എനിക്ക് ഡുവാൻഡേ എന്ന് പറയാനേ ജിൻസന് പറ്റുള്ളൂ. ആ സമയത്ത് ജിൻസന് ശരിക്കൊരു പ്രഷർ അനുഭവപ്പെടുകയാണ്. മാർക്കിന്റെ ഉയർത്തിപ്പിടിച്ച ആ കയ്യിൽ നിന്ന് ശരിക്കും ഒരു പ്രഷർ താഴേക്ക് വരികയാണ്. മാർക്കിന്റെ കൈ ഉണ്ടാക്കിയ പ്രഷർ ജിൻസന്റെ ഇരു ഷോൾഡറിലും അനുഭവപ്പെട്ടതും ജിൻസൺ പെട്ടെന്ന് കുനിഞ്ഞു. അവനെ കുനിയാൻ ലേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവന് പിടിച്ചേക്കാൻ പറ്റിയില്ല. അവൻ പെട്ടെന്ന് മുട്ടിടിച്ച് താഴേക്ക് വീണ ജിൻസന്റെ മുകളിൽ വീണ്ടും പ്രഷർ അനുഭവപ്പെടുകയാണ്. ശരിക്കും അതിശക്തമായ പ്രഷർ അവന്റെ പുറത്ത് അനുഭവപ്പെട്ടതും മുട്ടുകുത്തി തറയിൽ കമിഴ്ന്നു വീണ ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, ക്ഷമിക്കണം മാർക്ക്, എന്നൊന്നും ചെയ്യരുത്. മിങ്ക് മേഖലയിലെ ജീനിയസുകൾ എന്നറിയപ്പെടുന്ന ആ 4 സംഘത്തിന്റെ ലീഡറാണ് ജിൻസൺ. ആ ജിൻസൺ മുട്ടുകുത്തി മാർക്കിനോട് മാപ്പ് അപേക്ഷിക്കുമ്പോൾ അവിടെയുള്ള ബാക്കി ആളുകളൊക്കെ വല്ലാത്തൊരു അമ്പരപ്പോടുകൂടിയാണ് ആ കാഴ്ച കാണുന്നത്. ജിൻസൺ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് ഒരുപാട് വർഷങ്ങളായി. ശരിക്കും ഒരു ലീഡിംഗ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ജിൻസൺ. അതുകൊണ്ടാണ് മിങ് മേഖലയിലെ ജീനിയസ് എന്ന് അയാൾ വിളിക്കുന്നത് തന്നെ. ജീനിയസുകളുടെ തലവനായിട്ടാണ് അയാളെ ആളിൽ കരുതുന്നത് തന്നെ. ആ ജിൻസനാണ് ഇതാ മുട്ടുകുത്തി ഒരു ഇന്നർ സ്ട്രെങ്ത് മാസ്റ്റർ മാത്രമായ മാർക്കിനോട് മാപ്പ് പറയുന്നത്. ആ കാഴ്ച കണ്ട വിന്നി ഫാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് സോറി, മാർക്ക് സോറി. വിന്നി ഫാങ് അങ്ങനെ പറഞ്ഞതും മാർക്ക് കൈ ഉയർത്തി. തന്റെ ശരീരത്തിലെ ആ ഫോഴ്സ് പിൻവലിക്കപ്പെട്ടതും ജിൻസൺ ഒരു പരുവത്തിൽ എണീറ്റു. അയാളുടെ കാലുകൾ നന്നായി വിറയ്ക്കുന്നുണ്ട്. ശരിക്കും ഒരു ഭയം അയാളുടെ ഉള്ളിൽ വീണ് കഴിഞ്ഞു. മാർക്ക് ഫെല്ലർ അവന്റെ പുറത്തു കൊടുത്ത ആ പ്രഷർ അവന്റെ കാൽ മുതൽ തലമുടി വരെ വിറപ്പിക്കുകയാണ്. അവൻ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അവനെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് ജിയാഗുവിനോട് പറഞ്ഞു, ജിയാഗ്, നമുക്ക് നടക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും മുന്നോട്ട് നടക്കുമ്പോൾ ഡോക്ടർ ഡോങ് മാർക്കിന്റെ മുന്നിലേക്ക് വന്നു. മാർക്ക്, ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. മാർക്ക് കൗതുകത്തോടെ ഡോങ്ങിനെ നോക്കുമ്പോൾ ഡോങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എന്നോട് 100 വർഷം പ്രായമുള്ള ഒരു ഔഷധ സസ്യവിലെ ചോദിച്ചത്. ഞാൻ 2 തരാം. എനിക്ക് ആ 9 ഡ്രാഗൺ ട്രാൻസ്പോർഷൻ പില്ല് തരാവൂ. ഡോങ് ടിയാച്ചി എന്ന ആ മെഡിസിൻ കിങ്ങിന് വേണ്ടി 9 ഡ്രാഗൺ ട്രാൻസ്പോർഷൻ പില്ല് മാർക്ക് ഉണ്ടാക്കിയതാണ്. മാർക്ക് ഉണ്ടാക്കിയ ആ ഗുളിക മാർക്ക് അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തതാണ്. പക്ഷെ ആ ഗുളിക യഥാർത്ഥ ഗുളിക അല്ലെന്ന് പറഞ്ഞ് അന്ന് ഡോങ് മാർക്കിന് തിരിച്ചു കൊടുത്തതാണ്. ആ ഗുളിക മടക്കി വാങ്ങാനാണ് യഥാർത്ഥത്തിൽ ഡോങ് മാർക്കിന് മുന്നിൽ വന്നിരിക്കുന്നത്. മാർക്ക് ഡോങ്ങിനോട് പറഞ്ഞു, സോറി, ആ ഗുളിക ഇപ്പൊ എൻ്റെ ഇല്ല. മാർക്ക് അത് കഴിച്ചു എന്നുള്ള എനിക്ക് മനസ്സിലായി. സാരമില്ല, എനിക്ക് വേറെ ഗുളിക ഉണ്ടാക്കി തന്നാൽ മതി. ഡോക്ടർ ഡോങ്, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ജിയാങ്ങിനൊപ്പം നടന്നു തുടങ്ങി. നടന്നു പോകുന്ന മാർക്ക് ഫെല്ലറെയും ജിയാങ്ങുവിനെ നോക്കി നിൽക്കുന്ന ഡോക്ടർ ഡോങ്ങിനോടായി ആ ശിഷ്യന്മാർ പറഞ്ഞു, മാസ്റ്റർ ഡോങ്, അപ്പോ അത് നമുക്കിനി കിട്ടില്ലേ? 9 ഡ്രാഗൺ ട്രാൻസ്പോർഷൻ പിൽ മാസ്റ്ററായ ഡോങ്ങിന്റെ കയ്യിൽ വന്നതാണ്. ആ പില്ല് ഇനി കിട്ടില്ലേ എന്നുള്ള ശിഷ്യന്മാരുടെ ചോദ്യം കേട്ടപ്പോൾ ആ ശിഷ്യന്മാരെ നോക്കിയിട്ട് ഡോങ് പറഞ്ഞു, നിങ്ങളുടെ ആ ഇടപെടൽ കൊണ്ടുകൂടിയാണ് എനിക്ക് ആ പില്ല് നഷ്ടമായത്. അത് പോട്ടെ, പിന്നെ അതൊരു ദൈവികമായ മരുന്നാണ്. അത് എനിക്ക് ലഭിക്കണമെങ്കിൽ എനിക്ക് ഒരു യോഗം വേണം. അയാളുടെ കൈക്കുള്ളിൽ മാർക്ക് വെച്ചു കൊടുത്ത ഗുളികയാണല്ലോ അയാൾ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തത്. അത് കഴിക്കാനുള്ള യോഗം അയാൾക്കില്ല. അങ്ങനെ ഒരു ചിന്തയാണ് ആ നിമിഷത്തിൽ ഡോങ്ങിനുണ്ടായത്. മാർക്ക് ആ ബാരിയറിന് പുറത്തു വന്നതും വിന്നി ഫാങ് ഓടി മാർക്കിന്റെ അടുത്തെത്തി. അവൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നോ? മാർക്കിന് ഞാൻ അവിടെ ഒരു വിരുന്ന് നൽകാം. വിന്നി ഫാങ് വളരെ സന്തോഷത്തോടു കൂടിയാണ് മാർക്കിനോട് ആ ചോദ്യം ചോദിക്കുന്നത്. വിന്നി ശരിക്കും നിർണായക സമയത്ത് മാർക്കിനെ രക്ഷിച്ച വ്യക്തിയാണ്. 2 തവണ അവൾ ഇടപെട്ടിരുന്നു. നേരത്തെ ഹാൻ കുടുംബത്തിന്റെ ആ ഇലിനോസുമായുള്ള ഏറ്റുമുട്ടൽ സമയത്തും പിന്നീട് ഡുവാൻ ഷൈനുമായി മാർക്ക് ഏറ്റുമുട്ടുമ്പോഴും ആ കാര്യം മാർക്കിനും അറിയാം. മാർക്ക് വിന്നിയോട് പറഞ്ഞു, വിനി, നീ എന്തിനാ എന്നെ സഹായിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിന്റെ ക്ഷണം ആത്മാർത്ഥമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ എനിക്ക് നിങ്ങളുടെ മേഖലയിലേക്ക് വരാൻ പറ്റില്ല. അവിടെ ആ ഫെലിക്സിന്റെ ഗുരുവുണ്ട്. അയാൾ ശരിക്കും ശക്തനാണ്. ഇപ്പോ അങ്ങോട്ട് വന്നാൽ അത് ശരിയാകില്ല. നേരത്തെ അവിടെ ഫൈറ്റ് നടക്കുമ്പോൾ ഫെലിക്സ് എന്ന ആ
അതിശക്തനെ മാർക്ക് കൊന്നിരുന്നു. ഫെലിക്സിന്റെ ഗുരുനാഥനാണ് ഗെവിൻ ജെറാൾഡ്. ഗെവിൻ ജെറാൾഡ് അതിശക്തനാണ്. അയാളുടെ അടുത്ത് ഇപ്പൊ ചെന്ന് പെട്ടാൽ അത് ശരിയാകില്ല എന്ന് മാർക്കിന് അറിയാം. മാർക്ക് വിനിയോട് പറഞ്ഞു, വിനി, മറ്റൊരു അവസരത്തിൽ ഞാൻ വിനിയുടെ ക്ഷണം സ്വീകരിക്കാം. ഇപ്പോ എനിക്ക് മടങ്ങിപ്പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്കും ജിയാങ്കും കൂടി അവിടെ കാറിലേക്ക് കയറി. ആ കാറ് ബൈ സിറ്റിയിലെ അവരുടെ വീട്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ജിയാങ്കുവിനോട് പറഞ്ഞു, ജിയാങ്കു, ഈ ഡിവൈൻ മരുന്ന് എനിക്ക് വേണ്ടി മാത്രമായിട്ടല്ല ഞാൻ അവിടെ നിന്ന് എടുത്തത്. ഇതിന്റെ ഒരു പങ്ക് ഞാൻ ജിയാങ്കുവിനോട് തരാം. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഓഫറാണ് മാർക്ക് ഇപ്പോ ജിയാങ്കുവിന് മുന്നിൽ വെച്ചത്. വല്ലാതെ അമ്പരന്ന് പോയ ജിയാങ്കു മാർക്കിനെ അമ്പരന്ന് നോക്കുമ്പോൾ മാർക്ക് ജിയാങ്കുവിനോട് പറഞ്ഞു, ജിയാങ്, നിങ്ങളിപ്പോ ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ 1 ആണ്. നിങ്ങളെ അടുത്ത ലെവലുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്റെ ടാർഗറ്റ്. മിനിമം നിങ്ങൾ 3rd ലെവലെങ്കിലും കഴിയേണ്ട സമയമായി. ജിയാങ്ങിന് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസ് ഉപയോഗിച്ചാണ് ജിയാങ് ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ 1 വരെ എത്തിയത്. പക്ഷെ അത് വലിയ വളർച്ചയായിട്ടാണ് ജിയാങ് കരുതിയിരുന്നെങ്കിലും ഇപ്പോ ജിയാങ്ങിന് അറിയും അതൊന്നും വലിയ വളർച്ചയല്ല. ജിയാങ് യഥാർത്ഥത്തിൽ പാസ് മാസ്റ്റർ ലെവലിൽ ഒരുപാട് കാലം തളച്ചിട്ടപ്പെട്ട വ്യക്തിയാണ്. അവിടെ നിന്ന് 3 വർഷത്തെ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് ജിയാങ് ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് കടന്നത്. വളർച്ച വളരെ പരിമിതമാണ്. ആ പരിമിതി മറികടന്നാൽ മാത്രമേ ജിയാങ്ങിന്റെ വളർച്ചയ്ക്ക് വേഗത ഉണ്ടാവും. മാർക്ക് ജിയാങ്ങിനോട് പറഞ്ഞു, ജിയാങ്, ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു. സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ലെവലുകൾ മുകളിൽ എത്തേണ്ട ആളാണ്. നിങ്ങളെ ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. അതുവഴി ഉറപ്പായിട്ട് ജിയാങ്കു നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്ത ലെവലുകളിലേക്ക് കടക്കും. മാർക്ക് ഫെല്ലർ പറഞ്ഞ വാചകം കേട്ട് ജിയാങ്കു ശരിക്കും ഒരു നിമിഷം പൂർണ്ണ നിശബ്ദതയിൽ മാർക്കിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അയാളുടെ കണ്ണുകൾ ഏതാണ്ട് നിറഞ്ഞു തുടങ്ങി. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതുവരെ എന്നെ ആരും എന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടില്ല. മാർക്ക്, ഞാൻ എന്റെ ജീവൻ കൊടുത്തും മാർക്കിനൊപ്പം നിൽക്കും. ജിയാങ്കുവിന്റെ മകന്റെ മരണത്തിൽ പങ്കുള്ള വ്യക്തിയാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് ഡയറക്റ്റ് ആയിട്ട് ജിയാങ്കുവിന്റെ മകനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എമിലി ബ്ലാക്കിന്റെ ആജ്ഞപ്രകാരം ബ്ലാക്ക് കുടുംബാംഗങ്ങളാണ് ജിയാങ്കുവിന്റെ മകനെ കൊന്നത്. അക്കാര്യം ജിയാങ്കുവിനും അറിയാം. മാർക്കിന് അതിൽ പങ്കില്ലെന്നുള്ള കാര്യവും ജിയാങ്കുവിന് അറിയാം. പക്ഷേ മാർക്ക് കാരണമാണ് തന്റെ മകൻ കൊല്ലപ്പെട്ടെന്നുള്ള കാര്യം മറക്കാൻ ജിയാങ്കു തയ്യാറാണ്. ജിയാങ്കുവിന് ഒരാളോടുള്ള ഇഷ്ടം ശരിക്കും ആത്മാർത്ഥമായ ഇഷ്ടമാണ്. ഏത് സാഹചര്യത്തിലും ജിയാങ്കു മാർക്കിന് ഒപ്പം നിൽക്കുമെന്നുള്ള ഒരു സൂചനയാണ് ജിയാങ്കുവിന്റെ ബോഡി ലാംഗ്വേജ് വിളിച്ചു പറയുന്നത്. ജിയാങ്കുവിനെ വാഹനത്തിൽ കയറ്റി വിട്ടതിന് ശേഷം മാർക്കിന്റെ വീട്ടിലെത്തി. വാഹനം ഒതുക്കിയിട്ടതിന് ശേഷം മാർക്ക് ആദ്യം എത്തിയത് മാർക്കിന്റെ ആ വെജിറ്റബിൾ തോട്ടം കാണാനാണ്. ആ തോട്ടം നീൽ ഫ്ലെമിങ്ങിനെ ഏൽപ്പിച്ചിട്ടാണ് മാർക്ക് പോയത്. ആ കൃഷി സ്ഥലത്തേക്ക് കാലെടുത്ത് വെച്ച് മാർക്ക് ശരിക്കും അങ്ങനെ തന്നെ നിന്നു പോവുകയാണ്. മാർക്ക് മുന്നിൽ കാണുന്നത് തികച്ചും തരിശായ ഒരു സ്ഥലമാണ്. അവിടെ ഉണ്ടായിരുന്ന ചെടികളൊന്നും കാണാനില്ല. അമ്പരപ്പോടെ മാർക്ക് ആ ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ നീൽ ഫ്ലെമിങ് ഓടി മാർക്കിനടുത്തേക്ക് വന്നു. മാർക്ക് എത്തിയോ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് നീൽ വന്നത്. നീലിനെ കണ്ടതും മാർക്ക് ചോദിച്ചു, നീൽ, ഇവിടെ ഉണ്ടായിരുന്ന ആ ചെടികളൊക്കെ എവിടെ പോയി? മാർക്ക്, ഞാൻ ആ ചെടിയിലിരുന്ന് വെള്ളം നാക്കി കുടിക്കുമ്പോൾ യാദൃശ്യവശാൽ ആ ഇലകൾ കഴിക്കാൻ ഇടവന്നു. നല്ല ടേസ്റ്റ്. അത് കഴിച്ചപ്പോൾ എനിക്ക് ശരിക്കും ശക്തി ഉണ്ടായി. അതുകൊണ്ട് ഞാൻ പതുക്കെ കഴിച്ചു തുടങ്ങിയത്. കഴിച്ചു വന്ന് ഞാൻ പോലും അറിഞ്ഞില്ല മൊത്തം തീർന്നത്. നീൽ ഫ്ലെമിങ്ങും പറഞ്ഞ കഥ കേട്ട മാർക്ക് നീലിനൊന്ന് സൂക്ഷിച്ചു നോക്കി. നീൽ, നിന്റെ ശക്തി ശരിക്കും വർദ്ധിച്ചിട്ടുണ്ട്. നീ ഉടൻ തന്നെ ഒരു ഹാൻഡ്സ് മാസ്റ്റർ ആകും. കുറെ വർഷങ്ങളായി നീൽ ഫ്ലെമിങ് ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്റർ 8th ലെവൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മുന്നോട്ട് കിടക്കാൻ അയാൾക്ക് പറ്റാതെ വന്നപ്പോഴാണ് അയാളുടെ ആശാൻ നീലിനെ അടിച്ച് പുറത്താക്കിയത് തന്നെ. ഇപ്പൊ ഇതാ നീൽ ആ ബാരിയർ കടന്നിരിക്കുകയാണ്. നീൽ യഥാർത്ഥത്തിൽ ഒരു മാസ്റ്റർ ഹാൻഡ്സ് ആയി കഴിഞ്ഞു. നീലിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഊർജത്തിന്റെ അളവ് അത് ഉറപ്പാക്കുന്നുണ്ട്. മാർക്ക്, ക്ഷമിക്കണം, മാർക്ക് നട്ടുപിടിപ്പിച്ച ആ ചെടികളൊക്കെ എനിക്ക് കഴിക്കേണ്ടി വന്നു. നീൽ, വിട്ടുകളെ, നിനക്ക് ഇഷ്ടം തോന്നി, നീ കഴിച്ചു, അതവിടെ തീർന്നു. നീൽ ഫ്ലെമിങ്ങിന് ഇഷ്ടം തോന്നിയപ്പോൾ അവൻ അത് കഴിച്ചു. അതിന്റെ മുകളിൽ ഇനിയൊരു ചർച്ചയില്ല എന്ന് മാർക്ക് ഫെല്ലർ നീലിനോട് പറയുമ്പോൾ ഒരു വാഹനം അവിടേക്ക് വരുന്ന ശബ്ദം കേട്ടു. ശബ്ദം കേട്ടതും നീലും മാർക്കും കൂടി വാതിൽക്കലേക്ക് എത്തുമ്പോൾ അവര് കാണുന്നത് സാക്ഷാൽ റിച്ചാർഡ് ഊവും മകളും അകത്തേക്ക് വരുന്നതാണ്. മാർക്കിനെ കണ്ടതും സന്തോഷത്തോടെ ഷിയ ഊ ഓടി മാർക്കിനടുത്ത്. ഓടി വന്ന അവൾ മാർക്കിന്റെ പുറത്തുനിന്ന് ഇടിക്കുകയാണ്. മാർക്ക്, എനിക്ക് ശരിക്കും സന്തോഷമായി കേട്ടോ. എന്താ ഷിയ? എന്റെ ചേച്ചി എമിലിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആള് ശക്തനാണെന്ന് അറിയുന്നത് എന്തുകൊണ്ടും എന്നെ സന്തോഷപ്പെടുന്ന കാര്യമാണ്. അവൾ വല്ലാതെ
ശരിക്കും മാർക്കിന് ചുറ്റും നടന്ന് മാർക്കിനെ നിരീക്ഷിച്ച് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ മാർക്ക് ഷിയോട് പറഞ്ഞു, ഏയ് ഷിയ, നീ ഒരു കൊച്ചുകുട്ടിയല്ലേ, കൊച്ചുകുട്ടികൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ? ഏയ് മാർക്ക്, അങ്ങനെ പറയരുത്, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, നോക്കേ ഞാൻ വലിയ കുട്ടിയായില്ലേ. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ശരിക്കും ശ്വാസം എടുത്ത് നെഞ്ചിങ്ങനെ തള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. ഒരു 18 വയസ്സുകാരിയാണ് ഷിയാവു. അവൾ ശരിക്കും വളർച്ചയെത്തിയ പെണ്ണാണെന്ന് അവൾ തന്നെ പറയാതെ പറയുകയാണ്. അത് കണ്ടപ്പോൾ മാർക്ക് പറഞ്ഞു, ഓഹോ സമ്മതിച്ചു. മാർക്കും ഷിയും തമ്മിൽ സൗഹൃദത്തോടെ അങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നും റിച്ചാർഡ് ഷിയോട് പറഞ്ഞു, മോളെ നീ നീലിന്റെ അടുത്തേക്ക് ചെല്ല്, ഞാനേ മാർക്കിനോട് ചില കാര്യങ്ങൾ സംസാരിക്കട്ടെ. അങ്ങനെ റിച്ചാർഡ് പറഞ്ഞതും ഷിയ ചിരിച്ചുകൊണ്ട് നീലിനൊപ്പം അവിടെ ഗാർഡനിലേക്ക് നടന്നു. മാർക്കും റിച്ചാർഡും അവിടെ ഇരുന്നതും മാർക്ക് ചായ തയ്യാറാക്കി റിച്ചാർഡ് കൊടുത്തു. ചീഫു, എന്നെ തിരക്ക് വന്നത് എന്തോ കാര്യമായിട്ടാണെന്ന് എനിക്കറിയാം. മാർക്ക്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ചീഫു എന്നെ വീണ്ടും മിലിറ്ററി ഡിസ്ട്രിക്റ്റിലേക്ക് ക്ഷണിക്കാനല്ലേ വന്നത്? മാർക്കിന് അതെങ്ങനെ മനസ്സിലായി? റിച്ചാർഡ് അങ്ങനെ ചോദിച്ചു. മാർക്ക് ചിരിച്ചു. മാർക്ക്, സത്യമായിട്ടും ഇപ്പോൾ ഹയർ ഒഫീഷ്യൽസിനൊക്കെ മാർക്കിനെ വലിയ ഇഷ്ടമാണ്. മാർക്കിനെ അവരെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. മാർക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ റിച്ചാർഡ് പറഞ്ഞപ്പോ മാർക്ക് റിച്ചാർഡിനോട് പറഞ്ഞു, ചീഫു എനിക്ക് മാർഷൽ ഡിസ്ട്രിക്റ്റുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എപ്പോഴും മാർഷൽ ഡിസ്ട്രിക്റ്റിന് ഭാഗമായി നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് സ്വാതന്ത്ര്യം വേണം. അത് കേട്ടതും റിച്ചാർഡ് പറഞ്ഞു, ഹേ മാർക്ക്, ഇതുപോലെയായിരുന്നു ലാരി ഹോംസ്. ലാരി ഹോംസോ? ചീഫു ആരാ അദ്ദേഹം? മാർക്ക്, നീ ലാരി ഹോംസിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല? ഇല്ല, ഞാൻ ആളുകൾ അവിടെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ആരാ എന്താണെന്നും എനിക്കറിയത്തില്ല. ഹേ മാർക്ക്, നിന്നെപ്പോലെ തന്നെയാണ് ഈ ലാരി ഹോംസും. ലാരി ഹോംസും നിന്നെപ്പോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് മുകളിലേക്ക് കടന്നു വന്ന ആളാണ്. അങ്ങ് ന്യൂ സെലസ്റ്ററിൽ ലാരി ഹോംസ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ കണ്ണിലെ ഒരു കരടായിരുന്നു. അവർ ലാരിയെ വളരാൻ അനുവദിക്കാതെ എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും ലാരിക്ക് മുന്നിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ ലാരി അതിനെയെല്ലാം മറികടന്ന് പൈറോയിലെ നമ്പർ 1 മാർഷൽ ആർട്ടിസ്റ്റായി. ആ ലാരി ഇപ്പോ ഗോഡ് ഓഫ് വാർ ആണ്. മാർഷൽ ഡിസ്ട്രിക്റ്റിലെ ഗോഡ് ഓഫ് വാർ ലാരി ഹോംസിനെ കുറിച്ചാണ് റിച്ചാർഡ് വോ പറയുന്നതെന്ന് അപ്പോഴാണ് മാർക്കിന് മനസ്സിലാകുന്നത്. ശരിക്കും ഒരു ലെജൻഡായി പൈറോ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ലാരി ഹോംസ്. ആ ലാരി ഹോംസിനെയും മാർക്ക് ഫെല്ലറെയും താരതമ്യപ്പെടുത്തിയാണ് റിച്ചാർഡ് വോ സംസാരിക്കുന്നത്. റിച്ചാർഡ് വോ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് വീണ്ടും റിച്ചാർഡിനോട് പറഞ്ഞു, ചീഫു, ഞാൻ വീണ്ടും ആ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും എനിക്ക് പൂർണ്ണസമയം മാർഷൽ ഡിസ്ട്രിക്റ്റിന് വേണ്ടി നീക്കിവെക്കാൻ പറ്റില്ല. എൻ്റെ ലക്ഷ്യം വേറെ ആയതുകൊണ്ടാണ് എനിക്കത് പറ്റാത്തത്. മാർക്കിനിപ്പോൾ വ്യക്തമായ ലക്ഷ്യമുണ്ട്. ന്യൂ സെലസ്റ്റിലെ എമിലി ബ്ലാക്കിന്റെ വീട്ടിൽ ചെന്ന് എമിലിയെ പെണ്ണു ചോദിക്കുക എന്നുള്ള ആ ലക്ഷ്യമാണ് മാർക്ക് മുന്നിൽ കാണുന്നത്. ന്യൂ സെലസ്റ്റിലെ ആ റോയൽ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാവരും എമിലിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. സുന്ദരിയായ എമിലി ബ്ലാക്ക് അവരാരെയും പരിഗണിക്കാതെ രാജ്യത്തിന്റെ ഒരു മൂലയിൽ കിടക്കുന്ന ചെറിയ പ്രോവിൻസായ ചിൽഷറിലെത്തി അവിടുത്തെ ഒരു ചെറു പട്ടണമായ മിഡിൽ സിറ്റിയിലെ മാർക്ക് ഫെല്ലറുമായി ഇഷ്ടത്തിലാവുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എമിലി ബ്ലാക്ക് എന്ന ആ നക്ഷത്രത്തെ കാക്ഷിക്കുന്ന ഒരുപാട് ആളുകളുള്ളപ്പോൾ അവരെയൊക്കെ പരാജയപ്പെടുത്താൻ മാർക്കിന് അവരെക്കാൾ ശക്തി നേടേണ്ടതുണ്ട്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റിച്ചാർഡ് വോനോട് സംസാരിച്ചതും റിച്ചാർഡ് വോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നാളെ എന്തായാലും മാർക്ക് ചിൽറ്റൗണിലേക്ക് വരണം, നമുക്ക് അവിടെ വന്നിട്ട് മിലിറ്ററി ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും. അങ്ങനെ മാർക്ക് ഫെല്ലറോട് പറഞ്ഞിട്ട് റിച്ചാർഡ് വോവും ഷിയ വോവും കൂടി ചിൽറ്റൗണിലേക്ക് തിരിച്ചു. പിറ്റേന്ന് ചിൽറ്റൗണിൽ ചെല്ലണമെന്ന് ഷിയ വീണ്ടും മാർക്കിനോട് ഓർമ്മിപ്പിച്ചിട്ടാണ് പോകുന്നത് തന്നെ. അവർ പോയി കഴിഞ്ഞതും മാർക്കും നീൽ ഫ്ലെമിങ്ങും ബൈ സിറ്റിയിൽ നിന്ന് ചിൽറ്റൗണിലേക്ക് തിരിച്ചു. ചിൽറ്റൗണിൽ അവർ ചെല്ലുമ്പോൾ അവർക്ക് സ്ഥിരമായി താമസിക്കാനായിട്ട് അവരൊരു ഹോട്ടൽ കണ്ടുവച്ചിട്ടുണ്ട്. അവിടേക്കാണ് നീലും മാർക്കും കൂടി എത്തിയത്. നീലിനെ അവിടെ ഹോട്ടലാക്കിയിട്ട് മാർക്ക് പിറ്റേന്ന് രാവിലെ ചിൽറ്റൗണിലെ റിച്ചാർഡ് വോവിന്റെ വീട്ടിലേക്ക് തിരിച്ചു. രാവിലെ ഏകദേശം ഒരു 8 മണിയോടുകൂടിയാണ് മാർക്ക് ഫെല്ലർ റിച്ചാർഡ് വോവിന്റെ വീട്ടിലെത്തുന്നത്. റിച്ചാർഡിന്റെ വീട്ടിൽ മാർക്ക് എത്തപ്പോൾ അവിടെ രസകരമായ ഒരു രംഗം നടക്കുകയാണ്. ഷിയ വോ പിണങ്ങിയിരിക്കുകയാണ്. അച്ഛ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. ഷിയ, ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഞാൻ എനിക്ക് പരിചയമുള്ള ആളുകളോടൊക്കെ സംസാരിച്ചു നോക്കിയായിരുന്നു, പക്ഷെ ആരുടെ കയ്യിലും ടിക്കറ്റ് ഇല്ല. ഞാനിപ്പോ എന്താ ചെയ്യുക? അച്ഛൻ ഈ മിലിറ്ററി ഡിസ്ട്രിക്റ്റിലെ ചീഫായിരുന്ന ആളല്ലേ? അച്ഛൻ വിചാരിച്ചാൽ അത് നടക്കൂലെന്ന് പറഞ്ഞാൽ എനിക്കോട്ട് വിശ്വാസം വരുന്നില്ല. അച്ഛൻ മനഃപൂർവ്വം
ടിക്കറ്റ് എനിക്ക് സംഘടിപ്പിച്ചു തരാത്തതാണ്. അങ്ങനെ ഷിയ പറയുമ്പോഴാണ് മാർക്ക് ഫെല്ലർ അകത്തേക്ക് ചെല്ലുന്നത്. മാർക്ക് ഫെല്ലറെ കണ്ടതും ഷിയ മാർക്കിന്റെ അടുത്തേക്ക് വന്നു. അവള് മാർക്കിന്റെ അടുത്തേക്ക് വരുമ്പോഴും അവളുടെ മുഖത്ത് ഒരു സങ്കടം ദൃശ്യമാണ്. മാർക്ക് ഷിയോട് ചോദിച്ചു, ഏയ് ലിറ്റിൽ ഫിഷ്, എന്ത് സംഭവിച്ചു? മാർക്ക് അവളെ കാണുമ്പോഴൊക്കെ ലിറ്റിൽ ഫിഷ് എന്ന് വിളിക്കാറുണ്ട്. അവളുടെ ആ സങ്കട മുഖം ശരിക്കും ഒരു കുഞ്ഞു മത്സ്യത്തിന്റെ മുഖം പോലെയുണ്ട്. അത് കണ്ടുകൊണ്ടാണ് മാർക്ക് അങ്ങനെ ചോദിച്ചത്. മാർക്കിന്റെ ചോദ്യം കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവൾ ഒരു കസേര പോയിരുന്നു. അത് കണ്ടതും മാർക്ക് റിച്ചാർഡ് ഊരിനോട് ചോദിച്ചു, ചീഫു എന്തു പറ്റി? ഷിയ ശരിക്കും ദേഷ്യത്തിലാണല്ലോ. മാർക്ക്, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അവൾ എന്നോട് ചോദിക്കുന്നത് 2 ടിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ്. ടിക്കറ്റോ? എന്ത് ടിക്കറ്റ്? മാർക്ക്, ഇവിടെ ഒരു കൺസെർട്ട് നടക്കുകയാണ്. ഒരു വലിയ പാട്ടുകാരി ഇവിടെ ഒന്ന് പാടുന്നുണ്ട്. ആ ഷോയിലേക്ക് ഞാനൊരു ടിക്കറ്റ് സംഘടിപ്പിക്കണമെന്നാണ് ഇവൾ പറയുന്നത്. നേരത്തെ ആയിരുന്നെങ്കിൽ നടന്നനെ. ഇതിപ്പോ അവസാന നിമിഷത്തിൽ ഞാൻ തിരക്കിപ്പോ ഒരു ടിക്കറ്റ് പോലും അവൈലബിൾ അല്ല. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ചീഫു, ആരാ ഷോ നടത്തുന്നത്? മാർക്ക്, അത് ഒരു വലിയ സെലിബ്രിറ്റിയാണ്, യാങ് ജെൻസി. യാങ് ജെൻസിയോ? അതെ മാർക്ക്, അവരുടെ കൺസേർട്ടാണ് നടക്കുന്നത്. അതിനകത്ത് ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. റിച്ചാർഡ് വു അങ്ങനെ പറഞ്ഞതും മാർക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് റിച്ചാർഡിനോട് പറഞ്ഞു, ചീഫ് 2 ടിക്കറ്റ് അല്ലേ, ഞാൻ സംഘടിപ്പിക്കാം. മാർക്ക്, സത്യമാണോ പറയുന്നത്? റിച്ചാർഡ് വുവിന്റെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ മാർക്ക് ഷിയുടെ അടുത്തെത്തി. ഷിയ, നിനക്ക് ടിക്കറ്റ് വേണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ സംഘടിപ്പിച്ചു തരാം. സത്യമാണോ മാർക്ക് പറയുന്നത്? ഷിയ, നിന്നോട് ഞാൻ ഇക്കാര്യത്തിൽ കള്ളവ് പറയൂ, പക്ഷേ ടിക്കറ്റ് ഞാൻ നൽകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. മാർക്ക്, എന്ത് കണ്ടീഷൻ വേണോ പറഞ്ഞോ, ഞാൻ സമ്മതിക്കും. ഷിയ, നീ അച്ഛൻ പറയുന്ന പോലെ ആഹാരമൊക്കെ കൃത്യമായി കഴിക്കണം. അച്ഛൻ പറയുന്ന എല്ലാ കാര്യവും അതുപോലെ നീ ചെയ്യണം. നീ അച്ഛനെ അനുസരിക്കണം, എങ്കിലേ ഞാൻ ടിക്കറ്റ് തരൂ. മാർക്ക്, ഞാൻ ഈ നിമിഷം മുതൽ അച്ഛൻ പറയുന്നതേ ചെയ്യത്തുള്ളൂ, പക്ഷെ ഉറപ്പായിട്ടും എനിക്ക് ടിക്കറ്റ് നൽകണം. അങ്ങനെ ഷിയ പറഞ്ഞപ്പോ മാർക്ക് ഷിയോട് പറഞ്ഞു, ഉറപ്പായി ഞാൻ ടിക്കറ്റ് തരും. കേൾക്കേണ്ട താമസം അവൾ നേരെ ഡൈനിങ് ടേബിളിന് അടുത്തെത്തി. ഡൈനിങ് ടേബിളിൽ അവൾക്ക് വേണ്ടി ഭക്ഷണം റിച്ചാർഡ് ഒരുക്കി വെച്ചിട്ട് കുറെ നേരമായി. അവൾ ഭക്ഷണമൊന്നും കഴിക്കാതെ പിണങ്ങിയിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ അവൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അവൾ ഭക്ഷണം കഴിക്കുന്ന കണ്ടതും റിച്ചാർഡ് മാർക്കിന്റെ അടുത്തെത്തി. മാർക്ക്, നീ വന്നത് എന്തായാലും നന്നായി, നിന്നെ കൊണ്ട് ഇവിടെ മേയ്ക്കാൻ പറ്റൂ. ചീഫു, അവൾ എന്റെ കുഞ്ഞനുജത്തിയല്ലേ. അങ്ങനെ മാർക്ക് പറയുമ്പോ ശരിക്കും മാർക്ക് അത് അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അവന്റെ ആ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ട്. റിച്ചാർഡ് ഊന് അത് കണ്ടപ്പോ വല്ലാത്തൊരു സന്തോഷം. അയാളും മകളും അടങ്ങിയ ഒരു ചെറിയ ലോകമാണ് അവർക്കുള്ളത്. അവിടേക്ക് ഇതാ പുതിയ ഒരാള് കടന്നു വന്നിരിക്കുകയാണ്. മാർക്കിനോട് റിച്ചാർഡിന് ശരിക്കും ഒരു ഇഷ്ടമുണ്ട്. ഷോ നടക്കുന്ന സമയമാകുമ്പോ ഷിയെ വന്ന് വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞിട്ട് മാർക്ക് റിച്ചാർഡിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. മാർക്ക് ഹോട്ടലിൽ എത്തുമ്പോ നീല് മാർക്കിനെ കാത്തിരിക്കുകയാണ്. മാർക്ക്, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? മാർക്ക്, ഇത് കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ഒരു കവറ് മാർക്കിന് കൊടുത്തു. ആ കവറിനകത്ത് ഒരു ലെറ്ററാണ്. ആ ലെറ്റർ എഴുതിയിരിക്കുന്നത് സഷൽ ഗെവിൻ ജെറാൾഡാണ്, കൊല്ലപ്പെട്ട ഫെലിക്സിന്റെ ഗുരു. അയാളുടെ ആ ലെറ്റർ മാർക്കിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നത്, ഏയ് മാർക്ക്, നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. നീ എന്റെ ശിഷ്യനെ പരസ്യമായി കൊലപ്പെടുത്തി. അക്ഷന്തികമായ ആ തെറ്റ് നീ ഏറ്റുപറയാനായി എന്റെ മുന്നിൽ ഹാജരാകണം. നിനക്ക് ഞാൻ 3 ദിവസത്തെ സമയം തരും. അതിനിടയിൽ നീ എന്റെ അടുത്ത് വന്ന് എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ തിരക്കി അങ്ങ് ചിൽഷറിൽ വരും. പിന്നെ അവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല. ഗെവിൻ ജെറാൾഡ്. ശരിക്കും ഒരു ഭീഷണി കത്താണ് ഗെവിൻ ജെറാൾഡ് എഴുതിയിരിക്കുന്നത്. ജെറാൾഡിന്റെ ആ കത്ത് മാർക്ക് വായിച്ചു കഴിഞ്ഞതും നീല് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ജെറാൾഡ് വർഷങ്ങൾക്ക് മുമ്പേ ഗ്രാൻഡ് മാസ്റ്ററായ കക്ഷിയാണ്. എന്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് അയാൾ ഗ്രാൻഡ് മാസ്റ്ററിൽ 4th ലെവലെങ്കിലും ആയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിന് മുകളിലേക്ക് പോയേക്കാം. മാർക്കിന് ഒരു കാരണവശാലും ജെറാൾഡ് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വളരെ വ്യക്തമാണ് നീൽ ഫ്ലെമിങ്ങിന്റെ അഭിപ്രായം. നീൽ ഫ്ലെമിങ് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാർക്കും അതാണ് ആലോചിക്കുന്നത്. മാർക്കിന്റെ ശരീരത്തിൽ ആ കറുത്ത പ്രതിമയ്ക്കുള്ളിലെ ആ ഗോസ്റ്റിന്റെ ശക്തി ഉണ്ട്. പക്ഷെ ആ ശക്തി ഇനി 2-3 ദിവസം കൂടിയേ കാണത്തുള്ളൂ. ആ പ്രതിമയ്ക്കുള്ളിലെ ഗോസ്റ്റ് മാർക്കിനെ കൊടുത്തത് 20 ദിവസത്തെ കാലാവധിയാണ്. 20 ദിവസത്തിനുള്ളിൽ മാർക്ക് ആ പ്രതിമ തകർക്കാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്കണം. ശരിക്കും അതൊരു സീലാണെങ്കിൽ സീൽ തുറക്കാനുള്ള താക്കോല കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ച് ആ സീല് തുറന്ന് അതിനകത്ത് അകപ്പെട്ടിരിക്കുന്ന ആ വ്യക്തിയെ പുറത്തെത്തിക്കണം. അതാണ് മാർക്കിന്റെ ദൗത്യം. ആ ദൗത്യം മാർക്ക് പൂർത്തീകരിച്ചില്ലെങ്കിൽ മാർക്കിന്റെ ഗ്ലാബല്ലയിലേക്ക് അയാൾ ഇൻജെക്ട് ചെയ്തിരിക്കുന്ന അയാളുടെ സെൻസ് ഉപയോഗിച്ച് അയാൾ മാർക്കിന്റെ ബോഡി പിടിച്ചെടുക്കും. പിന്നീട് അയാൾ മാർക്കിന്റെ ബോഡിയിലായിരിക്കും വസിക്കുക. അയാൾ പറഞ്ഞ കാലാവധി
തീരാൻ ഇനി 2-3 ദിവസം കൂടിയുള്ളൂ. മാർക്ക് അയാളോട് പറഞ്ഞിരിക്കുന്നത് ഒരു മാർക്ക് ഫെല്ലർ എന്നുള്ള വ്യക്തി അയാളുടെ ഡാർക്ക് എർത്ത് വാലി തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും ആ മാർക്ക് ഫെല്ലറെ പരാജയപ്പെടുത്താനായി കുറെ ശക്തി ഉണ്ടെങ്കിലേ പറ്റൂന്നാണ്. അതിനുവേണ്ടി ആ ആൻസസ്റ്ററുടെ ആ പ്രതിമയ്ക്കുള്ളിലെ ആ ഭൂതത്തിന്റെ ശക്തി മാർക്ക് കടം വാങ്ങിയിരിക്കുന്നതാണ്. ആ ശക്തി തീരുമ്പോഴായിരിക്കും ഇവിടെ ഇപ്പോ ഈ ഗ്രാൻഡ് മാസ്റ്റർ മാർക്കിനെ കാണാൻ വരിക. എന്താ ഇപ്പോ ചെയ്യേണ്ടത്? മാർക്ക് അതിനെക്കുറിച്ചുള്ള ആലോചനയിലായി. മാർക്ക് താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമായി ഒരു കളം വരയ്ക്കുക എന്നുള്ളതാണ് ഏക പോം വഴി. മാർക്കിന്റെ ആലോചന എത്തുന്നത് അവിടെയാണ്. കളം വരയ്ക്കുക എന്ന് പറയുമ്പോൾ അത് ഡാർക്ക് എനർജി വെച്ച് തന്നെ ആകണം. മാർക്കിനറിയാം, മാർക്ക് താമസിക്കുന്ന ബായ് സിറ്റിയിൽ മാർക്കിന്റെ ആ നിലവിലുള്ള കളത്തിനകത്ത് സ്പിരിച്വൽ എനർജിയാണ് ഉള്ളത്. അവിടെ ബ്ലാക്ക് എനർജി വെച്ച് ഒരു കളം വരച്ചാലേ ഇവരെപ്പോലുള്ള കക്ഷികളെ നേരിടാൻ പറ്റും. ബ്ലാക്ക് എനർജിക്ക് എവിടെ പോകും എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ മാർക്കിന്റെ മനസ്സിൽ ആ പ്രതിമ തന്നെയാണ് കടന്നു വന്നത്. ആ പ്രതിമയ്ക്കുള്ളിൽ ഇഷ്ടം പോലെ ബ്ലാക്ക് എനർജി ഉണ്ട്. ആ ബ്ലാക്ക് എനർജി ഉപയോഗിച്ച് കോമ്പൗണ്ടിന് ചുറ്റുമായി ഒരു അദൃശ്യ മതിലുണ്ടാക്കിയാൽ ഉറപ്പായിട്ടും തനിക്ക് ചിലപ്പോൾ ആ ഗ്രാൻഡ് മാസ്റ്ററോട് പിടിച്ചിരിക്കാൻ പറ്റിയേക്കും. മാർക്ക് പല ഐഡിയകളും ആലോചിക്കുകയാണ്. പിറ്റേന്നാണ് മ്യൂസിക് ഷോ. പകല് മാർക്കും നീലും കൂടി വരാനിരിക്കുന്ന അപകടത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പിറ്റേന്ന് നേരം വെളുത്തു. മാർക്ക് മുറിയിൽ തന്നെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു 9 മണിയായപ്പോ നീൽ ഫ്ലെമിംഗ് മാർക്കിന്റെ മുറിയിലേക്ക് വന്നു. മാർക്കിനെ കാണാൻ ഒരു സുന്ദരി വന്നിരിക്കുകയാണ്. എന്നെ കാണാൻ സുന്ദരി വന്നെന്നോ? ഓക്കെ, നീ കടത്തിവിട്. അല്പസമയം കഴിഞ്ഞതും മുഖം മറച്ച, ദേഹം മുഴുവൻ ഒരു പർദ്ദ പോലുള്ള ഡ്രസ്സ് കൊണ്ട് മൂടിയ ഒരു സ്ത്രീ അകത്തേക്ക് വന്നു. ആ ആളെ കണ്ടപ്പോഴേ മാർക്കിന് ആളെ മനസ്സിലായി. അത് സാക്ഷാൽ യാങ് ജിൻസിയാണ്. യാങ് ജിൻസിയെ കണ്ടപ്പോ മാർക്ക് അറിയാതെ ആലോചിച്ചു പോയത് നീലിനെ കുറിച്ചാണ്. ഈ ശൈലിയിൽ വേഷം കിട്ടിയിരിക്കുന്ന യാങ് ജിൻസി സുന്ദരിയാണെന്ന് നീൽ എങ്ങനെയാ മനസ്സിലാക്കിയത്? അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോഴേക്കും യാങ് ജിൻസി മാർക്കിന്റെ ആ മുറിയുടെ വാതിലടച്ചിട്ട് മാർക്കിന് മുന്നിലെ കസേര വന്നിരുന്നു. കസേര ഇരുന്നോടം തന്നെ അവൾ വേഗം മുഖത്തെ ആവരണമൊക്കെ മാറ്റി. മാർക്കിനെ കണ്ട് ചിരിച്ചുകൊണ്ട് യാങ് ജിൻസി പറഞ്ഞു, ഹു മാർക്ക്, ഈ വേഷത്തിൽ ഇതുവരെ വരിക എന്ന് പറഞ്ഞാൽ ലേശം ബുദ്ധിമുട്ട് തന്നെയാണ്. വളരെ വളരെ അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായ യാങ് ജിൻസിയെ കാണാൻ വേണ്ടി മാത്രം അന്ന് സകല ആളുകളും ആ നഗരത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതിനിടയിൽ അവളുടെ ഹോട്ടലിൽ നിന്ന് അവൾ മാർക്ക് താമസിക്കുന്ന ഹോട്ടലിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യാങ് ജിൻസി അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ചിരിച്ചുകൊണ്ട് എണീറ്റ് മാർക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ആ ഗുളികയുടെ ബോട്ടിൽ ജിൻസിക്ക് കൈമാറി. ഗുളിക ജിൻസിക്ക് കൊടുത്തിട്ട് മാർക്ക് ചോദിച്ചു, അല്ല ജിൻസി, എന്താ പരിപാടി ഇവിടെ? ഏയ് മാർക്ക്, ഞാനൊരു പാട്ടുകാരിയാണെന്നുള്ള കാര്യം മാർക്ക് മാത്രമാണ് ഈ ഭൂമിയിൽ അറിയാത്തത്. ഞാൻ ഇവിടെ ഒരു കൺസേർട്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത് പാടാനായിട്ട് ഞാൻ വന്നത്. ഓഹോ, ഞാൻ അറിഞ്ഞായിരുന്നു. ആ, മാർക്ക് എന്നെ കുറിച്ചൊക്കെ അറിയുന്നുണ്ടോ? ഹേയ് ജിൻസി, അതെന്ത് ചോദ്യമാണ്. എൻ്റെ ഒരു സുഹൃത്തിന് ജിൻസിയുടെ ആ പാട്ട് കേൾക്കണമെന്ന് വലിയ താല്പര്യം. എനിക്ക് 2 ടിക്കറ്റ് സംഘടിപ്പിച്ചു തരൂ. ഹേയ് മാർക്ക്, ഇതെന്ത് ചോദ്യമാണ്? മാർക്ക് എന്നോട് ടിക്കറ്റ് ചോദിച്ചാൽ പിന്നെ ഞാൻ തരാതിരിക്കൂ? ഉറപ്പായിട്ടും ഞാൻ സംഘടിപ്പിച്ചു തരാം. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് ഷോ. മാർക്കും സുഹൃത്തും കൂടി വൈകുന്നേരം 6:45 വെന്യൂയിലേക്ക് വാ. എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ മാർക്കിനെ അകത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളാം. അങ്ങനെ പറഞ്ഞിട്ട് യാങ് ജിൻസി വേഗം തന്നെ മുഖാവരണം എടുത്തടിഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് അവർക്ക് തിരിച്ച് ഹോട്ടലിൽ മടങ്ങിയെത്തണം. വൈകുന്നേരം ഏകദേശം 6 മണിയാറായപ്പോഴാണ് മാർക്ക് അങ്കിൾ ഊവിന്റെ വീട്ടിലെത്തുന്നത്. റിച്ചാർഡ് ഊവിന്റെ വീട്ടിൽ മാർക്ക് എത്തുമ്പോൾ മാർക്കിനെ പ്രതീക്ഷിച്ച് നിന്ന ഷിയാവു മാർക്കിനടുത്തേക്ക് ഓടിയെത്തി. മാർക്ക്, എവിടെ ടിക്കറ്റ്? ഏയ് ഷിയ, എനിക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട. ടിക്കറ്റ് ഇല്ലാതെ നിന്നെ ഞാൻ അവിടെ കയറ്റാം. മാർക്ക് എന്തായി പറയുന്നത്? യാങ് ജിൻസി ഈ രാജ്യത്തെ ഏറ്റവും അറിയപ്പെടുന്ന കലാകാരിയാണ്. അവരുടെ ആ പാട്ട് കേൾക്കാനായി എല്ലാവരും എത്തും. അവിടെ ടിക്കറ്റ് ഇല്ലാതെ ഒരിക്കലും കടക്കാൻ പറ്റില്ല. ഏയ് ഷിയ, നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ? അതില്ല. എന്നാ നീ വാ, ഞാനല്ലേ വിളിക്കുന്നത്. അങ്ങനെ ഷിയോട് മാർക്ക് പറഞ്ഞപ്പോൾ അവൾ മാർക്കിനൊപ്പം അവിടെ തിരിച്ചു. അവര് ആ വെനുവിന്റെ മുന്നിലെത്തപ്പോൾ മാർക്ക് ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ഇഷ്ടംപോലെ കാറുകളും മറ്റു വാഹനങ്ങളും ഒക്കെ അവിടെ നിരന്നു കിടക്കുകയാണ്. ഒരു വൻ ആൾക്കൂട്ടം തന്നെ അവിടെ ഉണ്ട്. 1000-ലധികം ആളുകൾ ആ ഷോ കാണാനായി അവിടെ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാർ ഒതുക്കിയിട്ടിട്ട് മാർക്ക് ഷീയും കൂടി ആ ബിൽഡിങ്ങിനടുത്തേക്ക് നടന്നു വരുമ്പോൾ ഷിയുടെ ചില കൂട്ടുകാർ അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ഷിയ, നീ എത്തിയോ? ഷിയോട് അങ്ങനെ സംസാരിച്ച അവളുടെ കൂട്ടുകാരിയോട് ഷിയ പറഞ്ഞു, പിന്നെ ഞാൻ വരാതിരിക്കൂ? അങ്ങനെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ 1-2 പയ്യന്മാരും അങ്ങോട്ട് വന്നു. ആ പയ്യന്മാരിൽ ഒരാൾ മാർക്കിനെ കണ്ടപ്പോൾ കൗതുകത്തോടെ മാർക്കിന്റെ മുഖത്തേക്ക് നോക്കി. ഏയ്
നീ ആ കക്ഷിയല്ലേ? മാർക്കും ആ പയ്യനൊന്ന് സൂക്ഷിച്ചു നോക്കി. അവൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങളല്ലേ അന്ന് ആ ഓടിക്കാരൻ ഉണ്ടായിരുന്നത്? മാർക്കിന് പെട്ടെന്നാണ് കഥ മനസ്സിലായത്. മാർക്കും നീലും കൂടി മിഡിൽ സിറ്റിയിൽ നിന്ന് ബായ് സിറ്റിയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ റോഡിൽ വെച്ച് അവരോട് ഉടക്കുണ്ടാക്കിയ ആ BMW കാറിലെ ചെറുപ്പക്കാരനാണ് അവിടെ നിൽക്കുന്ന ആ പയ്യൻസ്. ആ ചെറുപ്പക്കാരന്റെ ചോദ്യം കേട്ടതും ഷിയ മാർക്കിനോട് ചോദിച്ചു, മാർക്കിന് നെൽസൺ അറിയോ? ഷിയ, ഞാൻ യാദൃശ്ചവശാൽ ഇയാളെ കണ്ടിട്ടുണ്ട്. നെൽസൺ എന്ന് ഷിയ സംബോധന ചെയ്ത ആ വ്യക്തി കൗതുകത്തോടെ മാർക്കിനൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. പെട്ടെന്ന് നെൽസനും ഷിയയ്ക്കും ഒപ്പമുള്ള ഷിയുടെ കൂട്ടുകാരി നോറ ഷിയോട് പറഞ്ഞു, ഷിയ, നിനക്ക് ടിക്കറ്റ് കിട്ടിയോ? അത് കേട്ടതും ഷിയ പറഞ്ഞു, നോറ, എനിക്ക് ടിക്കറ്റ് വേണ്ട. മാർക്ക് കൂടെ ഉള്ളത് കൊണ്ട് ടിക്കറ്റ് ഇല്ലാതെ എനിക്ക് കയറാൻ പറ്റും. എന്തായി പറഞ്ഞേ? ടിക്കറ്റ് ഇല്ലാതെ കയറാൻ പറ്റുന്നോ? ഈ ഷോയ്ക്കോ? നടന്നു തന്നെ. നോറയും നെൽസണും എന്ന് വേണ്ട അവരുടെ ഗ്രൂപ്പിലെ ആളുകളൊക്കെ അവരെ കളിയാക്കി ചിരിക്കുമ്പോൾ ഷിയയ്ക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. ഷിയ ദേഷ്യത്തോടെ നോറയോടും നെൽസനോടായി പറഞ്ഞു, നോക്ക്, നിർത്ത. മാർക്കിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അറിയും. മാർക്ക് ഫെല്ലറെ അവരുടെ മുന്നിൽ വെച്ച് ആരെങ്കിലും കളിയാക്കി സംസാരിക്കുന്നത് അനുവദിച്ചു കൊടുക്കാൻ ഷിയ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അവിടെ ഉണ്ടായത്. ഷിയ ശരിക്കും ദേഷ്യപ്പെടുന്ന കണ്ടതും നെൽസനും നോറയും പെട്ടെന്ന് നിശ്ചബ്ദരായി. ഇതിനാൽ മാർക്ക് ജിൻസിയെ വിളിക്കുകയും ചെയ്തു. ഫോൺ കോൾ കഴിഞ്ഞ് മാർക്ക് ഷിയോട് പറഞ്ഞു, ജിൻസി ഇപ്പൊ വരും. ജിൻസി അവിടെ വരുമെന്ന് കേട്ടതും നോറയും നെൽസനും ഒരേ ചിരി. ഇതുപോലൊരു കക്ഷി ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. ഇത്രയും തള്ളുന്ന ഒരാള് എന്തായാലും ഒരു സംഭവം തന്നെ. മാർക്ക് വെറുതെ തള്ളുകയാണെന്ന് അവർക്ക് 100% ഉറപ്പാണ്. ഷോയുടെ പ്രധാന ആകർഷകമായ ജിൻസി മാർക്കിനെയും ഷിയ ഊവിനെയും ക്ഷണിക്കാനായി അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? അങ്ങനെ അവർ കളിയാക്കി സംസാരിച്ചപ്പോൾ ഷിയവു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഷോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. യുവമാരുടെ ഈ ഡയലോഗ് കേട്ടുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഷിയ, ജസ്റ്റ് വെയിറ്റ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് നോക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു സ്ത്രീ വരുന്നതാണ്. ആ സ്റ്റേജിന്റെ ഭാഗത്ത് നിന്ന് അവർ ഇറങ്ങി വരുന്നത്. ആ സ്ത്രീയുടെ തലയിൽ ഏതാണ്ട് ഒരു കീറിയ തൊപ്പി ഇരിപ്പുണ്ട്. മുഖം ഏതാണ്ട് പൂർണ്ണമായും മറച്ചിട്ടുണ്ട്. ഒരു വല്ലാത്ത വേഷത്തിലാണ് അവർ താഴേക്ക് വരുന്നത്. ആ സ്ത്രീ മാർക്കിനടുത്ത് വന്നതും മാർക്ക് ഷിയോട് പറഞ്ഞു, ഇതാണ് ജിൻസി. ജിൻസിയോട് പതുക്കെ ശബ്ദം തടുത്തിയാണ് മാർക്ക് എങ്ങനെ പറഞ്ഞെങ്കിലും പുറകെ നിൽക്കുന്ന നെൽസൺ അത് കേട്ടു. നെൽസൺ നോറ എന്ന് നോക്കിയിട്ട് ജിൻസിയോട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ കബളിപ്പിക്കാനായി ഇറങ്ങുന്നുള്ള കാര്യം എനിക്കറിയാം. മാർക്ക്, വെറുതെ ആളെ വടിയാക്കരുത്. ആരെങ്കിലും മുഖംമൂടിയിട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ട് അത് ജിൻസിയാണെന്ന് പറയുന്നത് ശരിയായ പരിപാടിയല്ല. ധൈര്യമുണ്ടെങ്കിൽ അവര് ആ മുഖംമൂടി മാറ്റി ഒന്ന് കാണിക്കട്ടെ. മാർക്ക് ഫെല്ലറോട് ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞപ്പോ ജിൻസി പെട്ടെന്ന് ആ മുഖംമൂടി അങ്ങ് മാറ്റി. ആ മുഖംമൂടി മാറ്റിയതും നെൽസൺ അറിയാതെ വിളിച്ചു പോവുകയാണ്, ജിൻസി. അവൻ ജിൻസി എന്നുള്ളതിന്റെ ജിൻ എന്ന പദത്തിലേ എത്തിയുള്ളൂ. ആ നിമിഷത്തിൽ മാർക്ക് ഒരൊറ്റയാടി. അവന്റെ വാ ആ അടിയേറ്റ് അടഞ്ഞു. ശബ്ദിക്കരുത്, നീ ഇവിടുന്ന് വിളിച്ചു കൂവിയാൽ എന്ത് സംഭവിക്കുന്ന അറിയാവൂ. ആയിരക്കണക്കിന് ആളുകൾ ആ ഭാഗത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. അകത്തും ഒരുപാട് ആളുകളുണ്ട്. ആ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് ജിൻസി വന്നുപെട്ടാൽ ജിൻസിയെ കാണാനും തൊടാനും സംസാരിക്കാനുമായി അവർ ഓടിക്കൂടിയാൽ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒരു ഉന്തും തള്ളുമാണ്. ചിലപ്പോൾ ആ ഞെരുക്കിൽ ഒരുപാട് ആളുകൾക്ക് ജീവൻ വരെ നഷ്ടമാകും. അത് ഒരു യാഥാർത്ഥ്യമാണ്. സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ജിൻസിയെ കാണാനായി ആളുകൾ തള്ളിക്കൂടിയാൽ ആ അപകടം ഉറപ്പായി സംഭവിക്കും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ജിൻസിയോട് പറഞ്ഞു, ജിൻസി വേഗം. കേൾക്കേണ്ട താമസം ജിൻസി അവളുടെ ആ മുഖാവരണം ഉടൻ തന്നെ എടുത്തണിഞ്ഞു. ജിൻസി അതിവേഗം മാർക്കിനെയും ഷിയയും കൊണ്ട് മുന്നോട്ട് നടന്നു തുടങ്ങി. ഷിയ ശരിക്കും സ്വർഗത്തിൽ കടന്നതുപോലെയാണ്. അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളുടെ ആരാധനാമൂർത്തിയായ ജിൻസിക്കൊപ്പമാണ് അവൾ നടക്കുന്ന കാര്യം ഷിയയ്ക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഷിയും മാർക്കും സ്റ്റേജിന്റെ അടുത്തെത്തിയതും ജിൻസി അവരോട് പറഞ്ഞു, ദാ ആ മുൻഭാഗത്തുള്ള 2 സീറ്റ് നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്, നിങ്ങൾ അവിടെ പോയിരുന്നു. അത് കേട്ടത് ഷിയ വേഗം ആ സീറ്റ് നേരെ നടന്നു. ഷിയ അങ്ങോട്ട് പോകുന്ന കണ്ടതും ജിൻസി മാർക്കിനോട് പറഞ്ഞു, എന്താ മാർക്ക്, ഈ പടച്ചം പശുക്കൾക്ക് പുതിയ പുല്ലേ പിടിക്കത്തുള്ള. പ്രായമുള്ള മാർക്കിന് ആ കൊച്ചു പെൺകുട്ടിയിലാണല്ലോ താല്പര്യം എന്നതാണ് ജിൻസിയുടെ ആ വാചകത്തിന്റെ അർത്ഥം. അത് മനസ്സിലാക്കിക്കൊണ്ട് മാർക്ക് ജിൻസിയോട് പറഞ്ഞു, ജിൻസി, അവൾ എനിക്ക് അനുജത്തി പോലെയാണ്. എനിക്ക് മനസ്സിലായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജിൻസി വേഗം സ്റ്റേജിലേക്ക് കടന്നു. മാർക്ക് ഷിയയ്ക്കൊപ്പം വന്നിരുന്നു. മാർക്കിന്റെ അടുത്തിരിക്കുന്ന ആളുകളൊക്കെയും VIP കാറ്റഗറിക്കാരായതുകൊണ്ട് അവിടെ വലിയ ബഹളമൊന്നുമില്ല.
എന്നാൽ അവരിയ്ക്കുന്ന സീറ്റിൽ നിന്ന് അല്പം മാറിയുള്ള സീറ്റിൽ ശരിക്കും ഒരു ബഹളമാണ്. ആളുകളൊക്കെ ജിൻസിയുടെ ഫാൻസാണ്. ശരിക്കും ആവേശത്തോടെ ഒരു ആഹ്ലാദത്തോടെ അലറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റേജിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന അനൗൺസ്മെന്റ് ഉണ്ടായത്. പെട്ടെന്ന് ഓഡിയൻസ് മുഴുവൻ നിശബ്ദരായി. മാർക്കിന് അവിടെ നടക്കുന്ന പരിപാടിയിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്ക് അവിടെ ഇവിടേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ആ കൺസോർട്ട് ആരംഭിച്ചത്. ശരിക്കും മാർക്കിനെ പോലും പിടിച്ചു കുലുക്കുന്ന ശൈലിയിലാണ് ജിൻസിയുടെ പെർഫോമൻസ്. അതിമനോഹരമായി പാടുന്ന ജിൻസി മാർക്കിനെ തെല്ലുന്നൂല അമ്പരപ്പിച്ചത്. അവളുടെ ആ പാട്ട് ആ എൻ്റെ സദസ്സിനെ ഏതാണ്ട് ഇളക്കി മറിച്ചു എന്ന് പറയാം. അനവധി സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി അന്ന് അവിടെ ശരിക്കും ഒരു ഞെട്ടിപ്പിക്കുന്ന ഷോ തന്നെയാണ് നടന്നത്. ആ ഷോ അങ്ങനെ നടക്കുന്നിടയിൽ മാർക്കിന്റെ ആ ഡിവൈൻ സെൻസ് പതുക്കെ റിലീസ് ചെയ്തു തുടങ്ങി. ആ സദസ്സിന്റെ ഒരു അവസ്ഥ ഒന്ന് നോക്കാൻ വേണ്ടിയാണ് മാർക്ക് ഒന്ന് ആ ഡിവൈൻ സെൻസ് റിലീസ് ചെയ്യുന്നത്. മാർക്ക് ഓരോ സ്റ്റേജ് വളരുന്നതനുസരിച്ച് മാർക്കിന്റെ ഡിവൈൻ സെൻസും പതുക്കെ പതുക്കെ ശക്തമായി വരികയാണ്. മാർക്കിന്റെ ആ ഡിവൈൻ സെൻസ് ആ സദസ്സിനെ ഒന്ന് സ്കാൻ ചെയ്ത് ഇങ്ങനെ പുറകോട്ട് പോവുകയാണ്. പെട്ടെന്ന് ഡിവൈൻ സെൻസ് ഒരു സ്ഥലത്തെത്തിയതും മാർക്ക് തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് നോക്കി. ഒരു ഗ്രാൻഡ് മാസ്റ്ററുടെ ഇന്റേണൽ എനർജി മാർക്കിന് ഫീൽ ചെയ്തുകൊണ്ടാണ് മാർക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത്. മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന വ്യക്തി മാർക്കിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. മാർക്കിന്റെയും അയാളുടെയും കണ്ണുകൾ തമ്മിൽ ഒന്നിടഞ്ഞു. ഷോ കാണാനായി ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു ചിന്തയാണ് പെട്ടെന്ന് മാർക്കിനുണ്ടായത്. ഷോ കാണാൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്തിനാ വരുന്നത്? മാർഷൽ ആർട്ടിസ്റ്റുകൾ സാധാരണഗതിയിൽ ഇത്തരം ആക്ടിവിറ്റികളിൽ അത്ര താല്പര്യം കാണിക്കുന്നവരല്ല. അക്കാര്യം മാർക്കിന് ഏകദേശം ധാരണയുണ്ട്. അയാളുടെ ലക്ഷ്യം ആ ഷോ അല്ലെന്നും മറ്റെന്തോ ആണെന്നും മാർക്കിന് ഒരു തോന്നലുമുണ്ട്. മാർക്ക് നോക്കുമ്പോൾ മാർക്കിനെ തന്നെ അയാൾ നോക്കിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മാർക്ക് അയാളുടെ ടാർഗറ്റ് ആണെന്നാണ്. ഷോ കഴിഞ്ഞതും മാർക്ക് ഷീയോട് എണീക്കാൻ പറഞ്ഞു. ഷീക്കാണെങ്കിൽ വീണ്ടും അവിടെ ഇരിക്കാൻ ഭയങ്കര ആഗ്രഹം. ഷോയിലെ ആളുകളൊക്കെ പോയിട്ട് ജിൻസിയുമായി ഒന്ന് സംസാരിച്ചിട്ട് പോകാമെന്നാണ് ഷിയ പറയുന്നത്. മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ, ജിൻസിയെ കാണാനും പരിചയപ്പെടാനും ഇനിയും ഒരുപാട് അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. ഇപ്പോൾ നമുക്ക് പോവാം, എനിക്ക് പോയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഷിയ അവസാനം മാർക്ക് പറഞ്ഞനുസരിച്ച് മാർക്കിനൊപ്പം ഇറങ്ങി. മാർക്ക് അന്ന് അവൾക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു കൊടുത്തിരിക്കുന്ന ദിവസമായതുകൊണ്ട് മാർക്കിനോട് തർക്കിക്കാനും അവൾ തയ്യാറല്ല. മാർക്ക് റിച്ചാർഡ് വൂഡിന്റെ വീട്ടിൽ ഷിയെ കൊണ്ടാക്കിയതിനു ശേഷം മാർക്ക് താമസിക്കുന്ന സ്ഥലത്ത് മടങ്ങിയെത്തുമ്പോൾ ആ ഹോട്ടലിന് മുന്നിൽ രണ്ടാളുകൾ നിപ്പുണ്ട്. ശരിക്കും മാർക്ക് താമസിക്കുന്ന ആ ബിൽഡിംഗ് ഹോട്ടലാണെന്ന് ചോദിച്ചാൽ ഹോട്ടലാണ്, എന്നാൽ അതേ സമയത്ത് ഒരു വില്ലയുമാണ്. ഒരു സെപ്പറേറ്റ് വില്ലയിലാണ് മാർക്ക് താമസിക്കുന്നത്. ഹോട്ടലുകാരുടെ തന്നെ അനവധി വില്ലകൾ അവിടെ ഉണ്ട്. അതിൽ പെട്ട ഒരു വില്ലയിലാണ് മാർക്ക് താമസിക്കുന്നത്. ആ വില്ലയ്ക്ക് മുന്നിൽ മാർക്ക് എത്തുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നതാണ് മാർക്ക് കണ്ടത്. അയാളെ കണ്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, എന്താ നിങ്ങളിവിടെ? ആ ചോദ്യത്തിന് അയാൾ ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ കൂടി അയാളുടെ അടുത്തേക്ക് വന്നു. മാർക്ക് നേരത്തെ ആ ഷോ നടക്കുന്നിടത്ത് വെച്ച് കണ്ട ആ മനുഷ്യനാണ് അയാളുടെ പുറകെ വന്നത്. ഒരാൾ ഒരു മധ്യവയസ്സുള്ള ആളും ഒരാൾ ഒരു ചെറുപ്പക്കാരനുമാണ്. രണ്ടുപേരും മാർക്കിനെ നോക്കി ചിരിച്ചു. ഏയ്, ആരാ നിങ്ങൾ? മാർക്ക്, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ നേരത്തെ കൊലപ്പെടുത്തിയിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ എവിടെ വെച്ച്? മാർക്ക്, നീ സൗത്ത് സിറ്റിയിൽ വെച്ച് ഒരാളെ കൊലപ്പെടുത്തിയ കാര്യം മറന്നുപോയോ? മാർക്കിന് പെട്ടെന്ന് ആ സംഭവം ഓർമ്മ വന്നു. മാർക്ക് ലിയോ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാർക്കിനെ ക്ഷണിച്ചു കൊണ്ടുപോയ മാർക്കിന്റെ ഒരു സുഹൃത്ത് അവിടെ വെച്ച് ഒരാളുമായി എതിർപ്പുണ്ടാകുന്നതും ആ ആളെ മാർക്ക് കൊന്നുതോക്കി പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നു. അയാളൊരു ഫ്യൂജിറ്റീവാണ്. പൈറോ സംബന്ധിച്ചിടത്തോളം അതിശക്തനായ ആ കക്ഷിയുടെ മരണം പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അയാളെക്കുറിച്ചാണ് അവർ പറയുന്നത്. മാർക്ക്, ആ കൊല്ലപ്പെട്ട ആളും ഞങ്ങളും ഒക്കെ ഒരു സംഘടനയിലെ ആളുകളാണ്. സംഘടനയിലെ ആളുകളോ? ഏത് സംഘടന? ഞങ്ങളുടെ സംഘടനയുടെ പേര് ഹോങ് ഇ എന്നാണ്. ഹോങ് ഇയോ? അതെ, ഹോങ് എല്ലോസ്. ചുരുക്കത്തിൽ ഞങ്ങൾ ഹോങ് ഇ എന്ന് പറയും. മാർക്ക്, ഞങ്ങളിൽ ഒരാളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അയാളെ വെറുതെ വിടാറൊന്നുമില്ല. പക്ഷേ മാർക്കിനോട് ഞങ്ങൾക്കൊരു പ്രത്യേക താല്പര്യം തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ മാർക്കിനെ കാണാൻ വന്നത്. എന്ത് താല്പര്യം? മാർക്കിന് വളരാൻ ആവശ്യമായ റിസോഴ്സസ് ആവശ്യത്തിന് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. മാർക്ക് ഞങ്ങളുടെ സെക്ഷന്റെ ഭാഗമായാൽ മാർക്കിന് വളരാൻ ആവശ്യമായ എല്ലാ റിസോഴ്സസും ഞങ്ങൾ നൽകാം. അത് പണമാണെങ്കിൽ പണം, മെഡിസിൻ ഹെർബ്സ് ആണെങ്കിൽ അങ്ങനെ, അതല്ല ഏതെങ്കിലും പിൽസ് ആണെങ്കിൽ അങ്ങനെ, അതുപോലെ മറ്റെന്തെങ്കിലും ടെക്നിക്കുകളാണെങ്കിൽ അങ്ങനെ. മാർക്ക്, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് കൾട്ടിവേഷൻ ടെക്നിക്കുകളുണ്ട്. മാർക്കിന് ഇഷ്ടമുള്ള ടെക്നിക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാം. മാർക്ക് ചോദിക്കുന്ന എന്ത് ഞങ്ങൾ നൽകാം. ഞങ്ങളുടെ ഒപ്പം
മാർക്ക് കൂടിയാൽ മതി. ഹൗ ഈ സെക്ഷൻ മാർക്കിനെ റിക്രൂട്ട് ചെയ്യാനായി ഏതാണ്ട് തീരുമാനിച്ചു ഉറച്ച വന്നിരിക്കുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ മാർക്ക് അവരോട് പറഞ്ഞു, സോറി, എനിക്ക് താല്പര്യമില്ല. നിങ്ങളൊരു ഫ്യൂജിറ്റീവ് സംഘടനയാണ്. നിങ്ങൾക്ക് ഈ പൈറോയിലേക്ക് കടക്കാനുള്ള അനുവാദം പോലുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വന്നതും എന്നെ കണ്ടതും സംസാരിച്ചതും ശരിയായ പരിപാടിയല്ല. ഹോ ഈ സെക്ഷന്റെ ആ നേതാക്കന്മാരോട് മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ അല്പം ദേഷ്യപ്പെട്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ്, നിന്റെ അനുവാദം ചോദിക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ പറയുന്നത് നീ അങ്ങ് ചെയ്താൽ മതി. ആ ചെറുപ്പക്കാരൻ അത് പറഞ്ഞതും മാർക്ക് കൈ നിവർത്തി ഒരു ഒറ്റ ഇടി. തികച്ചും അപ്രതീക്ഷിതമായി മാർക്ക് അവന് ആ ഇടി കൊടുത്തതും അവൻ തെറിച്ച് ദൂരേക്ക് വീണു. അവനെ മൂക്കിൽ നിന്ന് ചോര ഒലിച്ചു തുടങ്ങി. അവൻ ആ വീടിനടുത്ത് നിന്ന് എണീക്കുമ്പോൾ അവന്റെ മൂക്കിൽ കൂടെ ചോര ഒലിക്കുകയാണ്. അവൻ മൂക്ക് തുടയ്ക്കുമ്പോൾ മാർക്ക് അവനോട് പറഞ്ഞു, ആണുങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് ഇടയ്ക്ക് കയറരുത്. മാർക്കിന്റെ ആ ഇടിയേറ്റ മൂക്ക് മുറിഞ്ഞ ആ ചെറുപ്പക്കാരന് വല്ലാതങ്ങ് ദേഷ്യം വരികയാണ്. പക്ഷെ അവനെ ഒന്ന് നോക്കിയിട്ട് ആ മുതിർന്ന ആള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ആ മുതിർന്ന ആള് ചെറുപ്പക്കാരനോട് പറഞ്ഞു, ബാ നമുക്ക് പോവാം. അങ്ങനെ അവർ രണ്ടും കൂടി പോകാൻ ഇറങ്ങിയതും മാർക്ക് ആ ചെറുപ്പക്കാരന്റെ തലയിൽ ഒരു അടിയാടി. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മാർക്ക് ആ തലയിൽ അടിച്ചത്. അടിയേറ്റതും ആ ചെറുപ്പക്കാരന്റെ തല ചിതറി. ആ ചിതറിയ തലയുമായി ആ ബോഡി താഴേക്ക് വീഴുമ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ അമ്പരപ്പോടെ മാർക്കിനെ നോക്കി. മാർക്ക് അയാളോട് പറഞ്ഞു, ഏയ്, നിങ്ങളെപ്പോലൊരു സംഘടന ആളുകൾ ഇവിടെ വന്നിട്ട് ജീവനോടെ തിരിച്ചു പോയാൽ അത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് അപമാനമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് അയാൾ ഒരു ഒറ്റ ഇടിയേറ്റ് അയാൾ തെറിച്ചു. മാർക്കിനോട് തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന ആ ഇടിയേറ്റ് താഴെ വീണ നിമിഷത്തിൽ തന്നെ ആ മനുഷ്യന് മനസ്സിലായി. അയാൾ പെട്ടെന്ന് ചാടി എണീറ്റു. അയാൾ ചാടി എണീക്കുമ്പോഴേക്കും മാർക്ക് മുന്നോട്ട് എത്തിക്കഴിഞ്ഞു. ആ നിമിഷത്തിലാണ് അയാളുടെ രണ്ട് കൈയും ഒന്ന് വീശുന്നത്. അയാളുടെ രണ്ട് കൈയും ഒന്ന് വീശിയതും അയാളുടെ ആ സ്ലീവിനകത്തുനിന്ന് സിൽവർ നീഡിലുകൾ തുരുതുര മുന്നോട്ടേക്ക് പാഞ്ഞു. തന്നെ പാഞ്ഞു വരുന്ന സിൽവർ നീഡിലുകളെ മാർക്ക് കൈ കൊണ്ട് തട്ടി തെറിപ്പിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഒരു നീഡിൽ കറക്റ്റ് മാർക്കിന്റെ ആ പുരികങ്ങൾക്ക് ഇടയിൽ തന്നെ തറച്ചു കയറി. ആ നീഡിൽ തറച്ചു കയറിയതും ഒരു വല്ലാത്ത പെയിൻ മാർക്കിന് അനുഭവപ്പെട്ടു. ആ നീഡിൽ തറച്ചു കയറുന്ന കണ്ടതും ആ മനുഷ്യൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നീ തീർന്നടാ. ഇനി 3 ദിവസം കൂടി നിനക്ക് ആയുസുള്ളൂ. അതിനിടയിൽ നിനക്ക് പ്രതിമരുന്ന് കിട്ടിയില്ലെങ്കിൽ നീ അവസാനിക്കും. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ പ്രതിമരുന്ന് ഞാൻ നിനക്ക് നൽകാം. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതും മുന്നോട്ട് കുതിച്ച മാർക്ക് കൈ ഉയർത്തി ഒരു അറ്റയാടി. 3 ദിവസം കൂടിയേ മാർക്കിന് ആയുസുള്ളെന്ന് അയാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലർ അയാൾ പറയുന്ന കാര്യം കേൾക്കുമെന്നൊരു ധാരണയാണ് ആ മനുഷ്യനുണ്ടായിരുന്നത്. പക്ഷേ മാർക്ക് ഫെല്ലർ അയാളുടെ ആ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് അയാളുടെ തലയിൽ ആഞ്ഞടിക്കുകയായിരുന്നു. അടിയേറ്റ അയാളുടെ തല ചിതറി. 2 ആളുകളെ നിർദ്ദയം ആ വില്ലയ്ക്ക് മുന്നിലിട്ട് മാർക്ക് തല്ലിക്കൊന്നിരിക്കുകയാണ്. ആ ഹോട്ടലിലെ ഓരോ വില്ലയ്ക്കും പ്രത്യേക കോമ്പൗണ്ട് വാൾ ഉള്ളത് കൊണ്ട് അതിനകത്ത് അങ്ങനൊരു സംഭവം നടന്നത് അപ്പുറത്തെ വില്ലയിലുള്ള ആളുകൾ കണ്ടിട്ടില്ല. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.